നമ്മുടെ. അതായത് MEC 107 ഫസ്റ്റ് യൂണിറ്റ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ട്രേഡ് ആൻഡ് ഡെവലപ്മെന്റ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നമുക്ക് ഈ ഒരു ഭാഗം എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് പരിചയപ്പെടാം. യൂണിറ്റ് 1, 2 യൂണിറ്റ്സ് ആണ് ഇതിന്റെ അകത്തുള്ളത് നമുക്കറിയാം. യൂണിറ്റ് 1 ആൻഡ് യൂണിറ്റ് 2. യൂണിറ്റ് 1 ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡും യൂണിറ്റ് 2 ഗെയിൻസ് ഫ്രം ട്രേഡും ആണ്. എന്താണ് ഇന്റർനാഷണൽ ട്രേഡ്, അതുപോലെ തന്നെ ഇന്റർനാഷണൽ ട്രേഡിലേക്ക് നയിക്കുന്ന തിയറീസ് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ക്ലാസിക്കൽസിന്റെ കീഴിലുള്ള തിയറീസും നിയോ ക്ലാസിക്കൽസിന്റെ കീഴിലുള്ള തിയറീസും നമ്മൾക്ക് പഠിക്കാനുണ്ട്. ദെൻ സെക്കൻഡ് യൂണിറ്റിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ട്രേഡ് നമുക്ക് നൽകുന്നത്, ഈ ട്രേഡിന്റെ ബെനിഫിറ്റ് എന്താണ്, അതിന്റെ ഗെയിൻസ് എന്താണ് എന്നുള്ളത് നമുക്ക് പരിചയപ്പെടാനായിട്ട് സാധിക്കും. സോ നമ്മൾ ഫസ്റ്റ് യൂണിറ്റിലേക്കാണ് പോകുന്നത്. ഫസ്റ്റ് യൂണിറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ക്ലാസിക്കൽ ആൻഡ് നിയോ ക്ലാസിക്കൽ തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. ഇതിന്റെ ഈ ഒരു യൂണിറ്റിന്റെ ഒരു ഫ്രെയിം വർക്ക് എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷനിൽ നമ്മൾ പറയാം എന്താണ് ഇന്റർനാഷണൽ ട്രേഡ്, എങ്ങനെയാണ് കൺട്രീസ് ഇന്റർനാഷണൽ ട്രേഡിലേക്ക് ലീഡ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ഫ്രെയിം വർക്ക് നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ ത്രൂ കിട്ടും. ദെൻ തിയറി ഓഫ് മെർക്കന്റലിസം. ക്ലാസിക്കൽ തിയറീസിനൊക്കെ ഒരുപാട് മുന്നേ വന്നിട്ടുള്ള ഒരു തോട്ടാണ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. ആ മെർക്കന്റലിസത്തെ കുറിച്ച് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വൺ നമ്മൾ പോവുക തിയറി ഓഫ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിനെ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ അനലൈസ് ചെയ്യാനായിട്ട് പോകും. ദെൻ അതിനെ തൊട്ട് അനുബന്ധിച്ച് തന്നെ അതിനോട് അതിന്റെ വേറൊരു തരത്തിലുള്ള തിയറിയാണ് കമ്പarative അഡ്വാൻറ്റേജ് തിയറി. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയുടെ ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ട് അല്ലെങ്കിൽ അതിന്റെ ക്രിറ്റിസിസത്തിൽ നിന്നും ഉയർന്നു വന്നിട്ടുള്ള ഒരു തിയറി ആയിട്ട് നമുക്ക് കമ്പarative അഡ്വാൻറ്റേജ് തിയറിയെ കണക്കാക്കാനായിട്ട് സാധിക്കും. ദെൻ പിന്നീട് എക്സർ-പൗലിൻ തിയറി അല്ലെങ്കിൽ HO തിയറി എന്നൊക്കെ അറിയപ്പെടുന്ന മോസ്റ്റ് ഇമ്പോർട്ടന്റ് തിയറിയിലേക്കാണ് നമ്മൾ പിന്നെ പോവുക. ദെൻ അവിടെ സ്റ്റോക്ക്ഡർ സാമുവൽസൺ തിയറവും ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറവും റയബ്സിൻസ്കി തിയറവും ഇത്തരം കോൺസെപ്റ്റുകളാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. തിയറി ഓഫ് മെർക്കന്റലിസം, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറി, കമ്പarative അഡ്വാൻറ്റേജ് തിയറി, എക്സർ-പൗലിൻ തിയറി, സ്റ്റോക്ക്ഡർ സാമുവൽസൺ തിയറം, ഫാക്ടർ പ്രൈസ് ഇക്വലൈസേഷൻ തിയറം ആൻഡ് ഫൈനലി റയബ്സിൻസ്കി തിയറം. ഇങ്ങനെ 7 തിയറീസ് ആണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോന്നിലേക്കായിട്ട് കിടക്കാം. അതിന് മുന്നേ ആയിട്ട് തിയറീസിലേക്ക് പോകുന്നതിന് മുമ്പേ നമുക്ക് ഇൻട്രൊഡക്ഷൻ നോക്കാം. ഓക്കെ, അപ്പം ഇൻട്രൊഡക്ഷനിലേക്ക് വരുമ്പോൾ എന്താണ് ഈ ഒരു യൂണിറ്റിൽ നമ്മൾ എന്താണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്? തിയറീസ് ഓഫ് ഇന്റർനാഷണൽ ട്രേഡ് ആണ്. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് എന്താണ് എന്നുള്ളതാണ്. അപ്പൊ അതിനു മുന്നേ നമ്മൾ എന്താണ് ഇന്റർനാഷണൽ ട്രേഡ് എന്നുള്ളത് നോക്കണം അല്ലെ. എന്താണ് ഇന്റർനാഷണൽ ട്രേഡ്? നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ. ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ എന്താണ്, എങ്ങനെയാണ് ഇത് ഡൊമസ്റ്റിക് ട്രേഡിൽ നിന്നും വ്യത്യസ്തമാവുന്നത്? ട്രേഡ് അല്ലെ, ട്രേഡ് ഡൊമസ്റ്റിക് ട്രേഡ് ആവാം, ഇന്റർനാഷണൽ ട്രേഡ് ആവാം. അപ്പൊ ഈ ട്രേഡ് എങ്ങനെയാണ് ഡൊമസ്റ്റിക് ട്രേഡും ഇന്റർനാഷണൽ ട്രേഡും നമുക്ക് എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ ഇന്റർനാഷണൽ ട്രേഡിൽ നിന്നും ഡൊമസ്റ്റിക് ട്രേഡിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ ഡിസ്റ്റിങ്റ്റീവ് ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഇത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് തിയറി എന്താണെന്ന് മനസ്സിലാവുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് പറയാം, എന്താണ് ട്രേഡ് എന്നുള്ളത് നമുക്ക് പോവാം അല്ലെ. അപ്പം പിന്നീട് നമ്മളാണ് ട്രേഡ് എന്താണെന്ന് പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഏതിലേക്ക് പോകുന്നത്, ഈ ഒരു തിയറീസിലേക്ക് പോകുന്നത്. കാരണം ട്രേഡ് മനസ്സിലാക്കിയാൽ മാത്രമേ നമുക്ക് തിയറീസിനെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം ട്രേഡുമായി ബന്ധപ്പെട്ട തിയറീസ് ആണ്, ഒബ്വിയസ്ലി ഇന്റർനാഷണൽ ട്രേഡുമായി ബന്ധപ്പെട്ട തിയറീസ് ആണ്. ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ട്രേഡിനെ മുന്നോട്ട് നയിക്കുന്നത്, അതിന്റെ പ്രിൻസിപ്പിൾസ് എന്താണ്, ഇതിന്റെ പിന്നിലുള്ള റീസൺസ് എന്താണ്, അതിൽ നിന്നും കിട്ടുന്ന അഡ്വാൻറ്റേജ് എന്താണ് എന്നൊക്കെയാണ് ഈ തിയറീസ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. സോ നമുക്ക് ട്രേഡ് എന്താണെന്ന് നോക്കാം അല്ലെ. ട്രേഡ് റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി അല്ലെ. ട്രേഡ് സിംപ്ലി ട്രേഡ് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ് ഈസ് ദി ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഇൻ എക്സ്ചേഞ്ച് ഫോർ മണി. നമ്മൾ ക്യാഷ് കൊടുക്കുന്നു, എന്ത് കിട്ടുന്നു, ഗുഡ്സ് ആൻഡ് സർവീസസ് നമുക്ക് കിട്ടുന്നു. അതിനെ നമുക്ക് സിംപ്ലി എന്ത് വിളിക്കാം, ട്രേഡ് എന്ന് വിളിക്കാം. നമ്മൾ നിത്യേന കടയിൽ പോകുന്നു, സാധനങ്ങൾ വാങ്ങിക്കുന്നു, നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുമ്പോൾ ക്യാഷ് കൊടുക്കുന്നു, അവിടെ എന്ത് ആക്ടിവിറ്റി നടന്നു,
ട്രേഡ് എന്ന് പറയുന്ന ഒരു ആക്ടിവിറ്റി നടന്നു. ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നു, നിങ്ങൾ ക്യാഷ് നൽകിയിട്ട് അല്ലെ, നിങ്ങളുടെ ഫീസ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് എന്താണ്? ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് അനദർ ടൈപ്പ് ഓഫ് ട്രേഡ് അല്ലെ. ഞാൻ എന്ത് തരുന്നു? സർവീസ് തരുന്നു, നിങ്ങൾ എനിക്ക് ക്യാഷ് തരും. അപ്പൊ ഇത്തരത്തിലുള്ള ഒരു ആക്ടിവിറ്റീസിനെ ക്യാഷ് കൊടുത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് പർച്ചേസ് ചെയ്യുന്നതിനെ നമുക്ക് സിംപ്ലി ട്രേഡ് എന്ന് വിളിക്കാം. ഓക്കെ, അപ്പം ഈ ട്രേഡ് എന്ന് പറയുന്നത് ഡൊമസ്റ്റിക് ട്രേഡും ഉണ്ട്, ഇന്റർനാഷണൽ ട്രേഡും ഉണ്ട്. ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് പറയുമ്പോൾ ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന ട്രേഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് വിളിക്കാം അല്ലെ. അപ്പം ഇന്ത്യക്കകത്താണ് ട്രേഡ് നടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് വിളിക്കാം? ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് വിളിക്കാം. ഇന്ത്യയുടെ സ്റ്റേറ്റ്സ്, ഒരു സ്റ്റേറ്റ് മറ്റൊരു സ്റ്റേറ്റുമായിട്ടോ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് അനദർ ഡിസ്ട്രിക്റ്റുമായിട്ടോ ഒക്കെ നടത്തുന്ന ട്രേഡിനെ നമുക്ക് എന്ത് വിളിക്കാം? ഡൊമസ്റ്റിക് ട്രേഡ് എന്ന് വിളിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒരു ലൊക്കാലിറ്റിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ട്രേഡിനെയൊക്കെ ഡൊമസ്റ്റിക് ട്രേഡ് ആയിട്ട്, ഒരു രാജ്യത്തിനകത്ത് നടക്കുന്ന ട്രേഡിനെയൊക്കെ ഡൊമസ്റ്റിക് ട്രേഡ് ആയിട്ട് കണക്കാക്കാം. അതിൽ നിന്നും വിഭിന്നമായിട്ട് എന്താകും അപ്പോൾ ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്നത്? ഈ ഒരു കോൺസെപ്റ്റിൽ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അല്ലെ. എന്താണ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുമ്പോൾ? എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസ് എക്സ്ചേഞ്ച് ചെയ്യുന്നത് വിത്ത് ഡിഫറെന്റ് നാഷൻസ് ആയിരിക്കും. 2 nations, ഇന്ത്യയും USA തമ്മിലുള്ള ട്രേഡ്, ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ട്രേഡ്, US ചൈനയും തമ്മിലുള്ള ട്രേഡ്, ഇങ്ങനെ ഡിഫറെന്റ് കൺട്രീസ് തമ്മിലുള്ള ട്രേഡിനെ എന്ത് വിളിക്കാം? ഇന്റർനാഷണൽ ട്രേഡ് എന്ന് വിളിക്കാം. ഇവിടെ നമ്മുടെ മനസ്സിലേക്ക് ഓടി വരുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ്? വൈ ഡു വി ട്രേഡ് അറ്റ് ഓൾ അല്ലെ? വൈ ഡു വി ട്രേഡ് അറ്റ് ഓൾ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എന്താണ് അതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്? ഇത്രയേ ഉള്ളൂ. എനി നേഷൻ കനോട്ട് പ്രൊഡ്യൂസ് എവറിത്തിങ് ഇറ്റ് നീഡ്സ്. നമ്മൾ ഏതൊരു ഇപ്പം ഇന്ത്യക്കകത്തുള്ള പോപ്പുലേഷൻ, ആ ഇന്ത്യക്ക് ഈ പോപ്പുലേഷനെ മൊത്തം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല അല്ലെ. അപ്പൊ ഒരു നാഷനും എന്തില്ല? അവരുടെ റിസോഴ്സസ് പരിമിതമായിരിക്കും, അവരുടെ കപ്പാസിറ്റി ലിമിറ്റഡ് ആയിരിക്കും. ഈ കപ്പാസിറ്റിയെ മാക്സിമം യൂട്ടിലൈസ് ചെയ്താലും അവിടുത്തെ പോപ്പുലേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലുള്ള, ആ പോപ്പുലേഷന്റെ ഡിമാൻഡിനെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് ആ ഒരു കൺട്രിക്ക് സ്വന്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പം പക്ഷെ ഡിമാൻഡ് മീറ്റ് ചെയ്യണം, ഓരോ ജനങ്ങളുടെയും ഡിമാൻഡിനെ മീറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിനുള്ള ഒരു റീസൺ ആണ്, അതിനുള്ള ഒരു മെത്തേഡാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു മാർഗമായിട്ട് ഏതാണ് കാണുന്നത്? ഇന്റർനാഷണൽ ട്രേഡിനെയാണ് കാണുന്നത്. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിനകത്തുള്ള പോപ്പുലേഷൻ അല്ലെ, ഈ ഒരു പോപ്പുലേഷന്റെ ഡിമാൻഡിനെ മൊത്തമായിട്ട് മീറ്റ് ചെയ്യാൻ ചിലപ്പോൾ ആർക്ക് കഴിഞ്ഞെന്ന് വരില്ല? ഇന്ത്യക്ക് കഴിഞ്ഞെന്ന് വരില്ല. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും? ചൈനയിൽ നിന്നും ഇമ്പോർട്ട് ചെയ്യും, US നിന്നും ഇമ്പോർട്ട് ചെയ്യും, അല്ലെങ്കിൽ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഒക്കെ എന്ത് ചെയ്യും? ഇമ്പോർട്ട് ചെയ്യും അല്ലെ. അങ്ങനെ ആയിരിക്കും എന്ത് നടക്കുന്നത്? ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നത്. അപ്പം ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നതിനുള്ള പ്രധാന കാരണം ഇത് തന്നെയാണ്. ഒരു നേഷനും ആ നേഷന്റെ ജനങ്ങളുടെ ഡിമാൻഡിനെ മീറ്റ് ചെയ്യാനുള്ള പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോഡക്ട്സ് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ അവയ്ക്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? മറ്റുള്ള നാഷൻസിന്, മറ്റുള്ള കൺട്രീസിന് ആശ്രയിക്കേണ്ടതായിട്ട് വരും, ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്റർനാഷണൽ ട്രേഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് വരുന്നത്. പക്ഷെ നമുക്ക് ഇന്ത്യക്ക് ഇപ്പം ഒരുപാട് കൺട്രീസ് ഉണ്ട് അല്ലെ, വേൾഡിൽ ഒരുപാട് കൺട്രീസ് ഉണ്ട്. അപ്പം ഇന്ത്യ ആശ്രയിക്കണം എന്ന് തീരുമാനിക്കുന്നത് ഇന്ത്യയാണ്. പക്ഷെ അത് നമ്മുടെ സൗഹൃദത്തിന്റെ പുറത്തോ അല്ലെങ്കിൽ കൺവീനിയൻസിന്റെ പുറത്തോ മാത്രമായിരിക്കില്ല അല്ലെ. നമ്മുടെ കോസ്റ്റ് നോക്കണം, നമുക്ക് ഏതാണ് ബെനിഫിറ്റ് ആവുന്നത്, ആ ബെനിഫിറ്റ് കിട്ടണം അല്ലെ. അപ്പം അതിനുള്ള ചില പ്രിൻസിപ്പിൾസ് ഉണ്ട്, അതിനുള്ള ചില റീസൺ, എന്തിന്റെ ബേസിൽ ട്രേഡ് നടക്കണം, എന്തുകൊണ്ട് ട്രേഡ് നടക്കുന്നു എന്നുള്ളതൊക്കെയാണ് ഈ ഇന്റർനാഷണൽ ട്രേഡ് തിയറീസ് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. അതുപോലെ യൂണിറ്റ് 2ലേക്ക് എത്തുമ്പോൾ അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്? ഗെയിൻസ് ഫ്രം ട്രേഡ് ആണ്. അതായത് ഇത്തരത്തിലുള്ള പ്രിൻസിപ്പിൾസ് ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ ഇന്റർനാഷണൽ ട്രേഡ് നടത്തി അതിനുശേഷം നമുക്ക് കിട്ടുന്ന ഗെയിൻ എന്താണ്, നേട്ടം എന്താണ് എന്നുള്ളതാണ് രണ്ടാമത്തെ തിയറിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്, രണ്ടാമത്തെ യൂണിറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് വൺ തിയറി ഓഫ് മെർക്കന്റലിസത്തെ പരിചയപ്പെടാം അല്ലെ. തിയറി ഓഫ് മെർക്കന്റലിസം. മെർക്കന്റലിസം എന്ന് പറയുന്നത് ഒരു 500 വർഷത്തോളം പഴക്കമുള്ള ഒരു കോൺസെപ്റ്റ് ആണ്. അതായത് 16th to 18th സെഞ്ചുറിയിലൊക്കെ നമ്മളുടെ വേൾഡിൽ നിലനിന്നിരുന്ന ഒരു തോട്ടാണ് മെർക്കന്റലിസം, തിയറി ഓഫ് മെർക്കന്റലിസം എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു തിയറി ഓഫ് മെർക്കന്റലിസം എന്താണ് പോസ്റ്റുലേറ്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, കൺട്രീസ് ഷുഡ് എൻഗേജ് എക്സ്പോർട്സ് ആൻഡ് ഡിസ്കറേജ് ഇമ്പോർട്ട്സ്. കൺട്രീസ് എന്ത് ചെയ്യണം?
എക്സ്പോർട്സിനെ എൻകറേജ് ചെയ്യുകയും ഇമ്പോർട്സിനെ ഡിസ്കറേജ് ചെയ്യുകയും വേണം. കൺട്രീസ് എന്ത് ചെയ്യണം? എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യുകയും ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുകയും വേണം. അതായത് എക്സ്പോർട്ട് മോർ ആൻഡ് ഇമ്പോർട്ട് ലെസ് എന്ന് പറയുന്ന ഒരു സ്ട്രാറ്റജി ആയിരിക്കണം ആര് കൈക്കൊള്ളേണ്ടത്? നാഷൻസ് കൈക്കൊള്ളേണ്ടത്. ഇതിനുള്ള റീസൺ എന്താണ്? അതായത് എക്സ്പോർട്ട് ചെയ്യുക. ഇപ്പം അന്നത്തെ കാലത്ത് അല്ലെ 500 വർഷം പഴക്കമുണ്ട് 16-ാം നൂറ്റാണ്ടിലും 18-ാം നൂറ്റാണ്ടിലും ഒക്കെ അല്ലെ 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെയൊക്കെ ലോകത്ത് നിലനിന്നിട്ടുള്ള ഒരു തോട്ടാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നമ്മളെ ക്യാഷ് എക്സ്ചേഞ്ച് അല്ല നടക്കുന്നത്, ഗോൾഡ് ആയിരുന്നു എക്സ്ചേഞ്ച് ചെയ്യുന്നത്. അപ്പൊ എക്സ്പോർട്ട് എന്ന് പറയുന്നത് എന്താണ്? കയറ്റുമതി എന്ന് പറയുന്നത് എന്താണ്? സാധന സേവനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ എന്ത് ചെയ്യാണ്? അങ്ങോട്ട് മറ്റൊരു രാജ്യത്തേക്ക് കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യയെ സംബന്ധിച്ച് എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യക്കകത്ത് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഗുഡ്സ് ആൻഡ് സർവീസസ് എങ്ങോട്ട് കൊടുക്കുകയാണ്? അനോദർ നാഷന് കൊടുക്കുകയാണ്. അപ്പൊ വെറുതെ കൊടുക്കുവോ? ഇല്ല അല്ലെ, അതിനെന്തെങ്കിലും തിരിച്ച് റിവാർഡായിട്ട് കിട്ടണം. അപ്പൊ ഇന്ന് നോക്കുമ്പോൾ അത് ക്യാഷ് ആണ്, പക്ഷെ അന്നത്തെ കാലത്ത് അത് എന്തായിരുന്നു? ഗോൾഡ് ആയിരുന്നു. എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങോട്ട് കൊടുത്തിട്ട് ഗോൾഡ് എന്ത് ചെയ്യും? ഇങ്ങോട്ട് വാങ്ങിക്കും. ദെൻ അപ്പൊ ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറക്കുമതിയാണ് അല്ലെ. ഇന്ത്യയെ സംബന്ധിച്ച് ഇമ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ മറ്റു രാജ്യങ്ങളുടെ, മറ്റു കൺട്രീസിന്റെ ഗുഡ്സ് ആൻഡ് സർവീസസ് ഇന്ത്യ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്, അക്സെപ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, ഇന്ത്യയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവരെന്ത് ചെയ്യും? ഗുഡ്സ് ആൻഡ് സർവീസസ് ഇങ്ങോട്ട് കൊണ്ടുവരുമ്പോൾ നമ്മൾ അങ്ങോട്ട് എന്ത് കൊടുക്കണം? ക്യാഷ് കൊടുക്കണം. അപ്പൊ അന്നത്തെ കാലത്ത് ക്യാഷ് ആയിരുന്നില്ല, ഗോൾഡ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഇമ്പോർട്ട് എന്ന് പറയുമ്പോൾ അങ്ങോട്ട് ഗോൾഡ് കൊടുക്കണം, എക്സ്പോർട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഗോൾഡ് കിട്ടും. ഒരു കൺട്രിയെ സംബന്ധിച്ച് ഇങ്ങോട്ട് ഗോൾഡ് വരിക എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള സ്ട്രാറ്റജി എന്നുള്ളതാണ് മെർക്കന്റലിസ്റ്റുകൾ പറയുന്നത്. കാരണം നാഷണൽ വെൽത്ത് ആൻഡ് പവർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്. ഏറ്റവും വെൽത്തി നാഷനെ ഏറ്റവും പവർഫുൾ നാഷൻ ആയിട്ടാണ് അന്ന് ട്രീറ്റ് ചെയ്തിരുന്നത്. അപ്പോൾ ഏറ്റവും വെൽത്തി നാഷൻ ഏതാണെന്ന് എങ്ങനെയാണ് തീരുമാനിക്കുന്നത്? ആരുടെ കയ്യിലാണോ, ഏത് നാഷന്റെ കയ്യിലാണോ, ഏത് കൺട്രിയുടെ കയ്യിലാണോ ഏറ്റവും കൂടുതൽ വെൽത്ത് ഉള്ളത്, ആ കൺട്രി എന്തായിട്ട് മാറും? ഏറ്റവും വെൽത്തി കൺട്രി ആയിട്ട് മാറും. ഇനി ആരുടെ കയ്യിലാണ് കുറവ് ഗോൾഡ് ഉള്ളത്, അവരെന്തായിട്ട് മാറും? ലീസ്റ്റ് വെൽത്തി ആയിട്ട് മാറും. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ട് ചെയ്യും തോറും ഒരു കൺട്രിക്ക് എന്ത് കിട്ടും? കൂടുതൽ കൂടുതൽ ഗോൾഡ് കിട്ടും. ഇമ്പോർട്ട് ചെയ്യും തോറും എന്ത് ചെയ്യും? അവരുടെ അടുത്ത് നിന്നും ആ ഗോൾഡ് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ഗവൺമെന്റ് എന്തെടുക്കണം? എക്സ്പോർട്ടിനെ ഇൻക്രീസ് ചെയ്യാനും പ്രഷ്യസ് മെറ്റൽസ്, അതായത് ഗോൾഡ് പോലുള്ള പ്രഷ്യസ് മെറ്റൽസിനെ കിട്ടാൻ വേണ്ടിയിട്ട് ഇൻക്രീസിങ് എക്സ്പോർട്ടും ഡിമിനിഷിങ് അല്ലെങ്കിൽ ഡിക്രീസിങ് ഇമ്പോർട്ട് എന്ന് പറയുന്ന ആ ഒരു ടെൻഡൻസി, ആ ഒരു സ്ട്രാറ്റജി കൈകൊള്ളണം. അപ്പൊ ഇതില് ഏറ്റവും പ്രധാനപ്പെട്ട റോൾ വഹിക്കാനുള്ളത് ആർക്കാണ്? ഗവൺമെന്റിനാണ്. ഗവൺമെന്റ് ഷുഡ് പ്ലേ എ വൈറ്റൽ റോൾ ഇൻ റെഗുലേറ്റിംഗ് ദി ഇക്കോണമി. എങ്ങനെയാ? ടു എൻകറേജ് എക്സ്പോർട്ട് ആൻഡ് ഡിസ്കറേജ് ഇമ്പോർട്ട്സ്. അതിനുള്ള സ്ട്രാറ്റജീസ് ആണ് സബ്സിഡീസും ടാക്സസ് എന്ന് പറയുന്നത്. എക്സ്പോർട്ടിന് വേണ്ടിയിട്ട് എന്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആണോ ഇന്ത്യ എക്സ്പോർട്ട് ചെയ്യുന്നത്, അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രൊഡ്യൂസേഴ്സിന് എന്ത് കൊടുക്കുക? സബ്സിഡീസ് ഒക്കെ കൊടുത്ത് അവർക്ക് മാക്സിമം അവരെ സപ്പോർട്ട് ചെയ്തിട്ട് മാക്സിമം ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യാം? എക്സ്പോർട്ട് ചെയ്യാം. ഇനി ഇമ്പോർട്ട് ചെയ്യുമ്പോൾ എന്താ ചെയ്യുക? ഇങ്ങോട്ട് ടാക്സസ് ഈടാക്കുക. ടാക്സസ് ഈടാക്കുമ്പോൾ അതിന്റെ പ്രൈസ് കൂടും. അതിന്റെ പ്രൈസ് കൂടുമ്പോൾ അവരുടെ മാർക്കറ്റ് ഷെയർ നഷ്ടപ്പെട്ടു പോകും. അപ്പൊ അവർക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ള ടെൻഡൻസി കുറയുകയും ചെയ്യും. അപ്പൊ അത്തരത്തില് എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യുകയും ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യുന്ന ഒരു രീതി ഗവൺമെന്റുകൾ സ്വീകരിക്കണം എന്നതാണ് മെർക്കന്റിലിസ്റ്റുകൾ എന്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് വാദിച്ചിട്ടുള്ളത്. സോ according to this theory, the government should accumulate as much as gold as possible, which can only be done through export. എക്സ്പോർട്ട് ത്രൂ ആണ് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ? ഒരു കൺട്രിയെ സംബന്ധിച്ച് കൂടുതലായിട്ട് ഗോൾഡ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ ഗോൾഡ് വാങ്ങിക്കുക, കൂടുതൽ ഗോൾഡ് കൈവശം വെക്കുക എന്ന് പറയുന്നത് ഏത് ത്രൂ മാത്രമേ പറ്റത്തുള്ളൂ? എക്സ്പോർട്ട് ത്രൂ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സ്പോർട്ടിനെ മാക്സിമം എൻകറേജ് ചെയ്തുകൊണ്ട് കൂടുതൽ എക്സ്പോർട്ട് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യണം? ഗോൾഡിനെ നമുക്ക് അക്യുമുലേറ്റ് ചെയ്ത് വെക്കണം എന്നുള്ളതാണ് മെർക്കന്റലിസ്റ്റുകൾ പറയുന്നത്. സോ ഇനി നമ്മൾ സെക്കൻഡ് തിയറിയിലേക്ക് നമുക്ക് പോവാം. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്
തിയറി. അപ്പൊ മെർക്കന്റലിസ്റ്റുകളുടെ തിയറി, മെർക്കന്റലിസം എന്ന് പറയുന്ന തോട്ട് അന്നത്തെ കാലത്ത്, അതായത് ഒരു 16-ാം നൂറ്റാണ്ട് മുതൽ നമ്മുടെ രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു. പക്ഷെ അന്നത്തെ ചിന്താഗതി വെച്ചിട്ട് ഗോൾഡ് എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടാണ്. പിന്നീട് വന്നിട്ടുള്ള പുതിയ പുതിയ എക്കണോമിസ്റ്റുകൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യുകയും പുതിയ പുതിയ തിയറീസുമായി മുന്നോട്ട് വരികയും ചെയ്തു. അതിൽ മെർക്കന്റലിസത്തിന് ശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറിയാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. അപ്പൊ ആരാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഇറ്റ് ഈസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ആഡം സ്മിത്ത്. ആഡം സ്മിത്ത് ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത് ഇൻ ദി ഇയർ 1776. 1776 ആഡം സ്മിത്ത് ആണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി നമുക്ക് മുന്നിൽ ആദ്യമായി പ്രസന്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്താണ് നമ്മുടെ ആഡം സ്മിത്തിന്റെ തിയറി എന്ന് നോക്കാം, അല്ലെ? Adam Smith, in his seminal work, An Inquiry into the Nature and Causes of Wealth of Nations, for the first time provided a theoretical explanation of why trade should take place between two countries. എന്തുകൊണ്ടാണ് ടു കൺട്രീസിനകത്ത് ട്രേഡ് ടേക്ക് ചെയ്യുന്നത് എന്നതിനുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ആര് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്? ആഡം സ്മിത്ത് കൊണ്ടുവരാനായിട്ട് ശ്രമിച്ചത്. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളൊക്കെ പോപ്പുലർലി അറിയപ്പെടുന്ന വെൽത്ത് ഓഫ് നേഷൻ, അല്ലെ, ആൻഡ് എൻക്വയറി ഇൻ ടു ദി നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന ആ ഒരു പ്രധാനപ്പെട്ട വർക്കിലൂടെയാണ് ഈ ഒരു തിയറി അദ്ദേഹം നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. ആഡം സ്മിത്ത് ഇൻ ഹിസ് ബുക്ക് പ്രൊപ്പൗണ്ട് ചെയ്തിട്ടുള്ളത് എന്താണ്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ഒരു ടേമാണ്. ഈ ഒരു ട്രേഡിന് രാജ്യങ്ങൾ തമ്മിൽ ഇന്റർനാഷണൽ ട്രേഡ് നടക്കുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ്. അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ആണ് ഏതിനു കാരണം? ട്രേഡിന് കാരണം. അതായത് country should specialize in those products which it can produce efficiently, where efficiency is measured in terms of absolute labor cost. Okay, absolute advantage എന്ന് പറയുന്നത് കൊണ്ട്, absolute advantage എന്ന് പറഞ്ഞാല് ഒരു കൺട്രിയെ സംബന്ധിച്ച് ആ കൺട്രിക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത്, ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഏതാണ്, ആ പ്രോഡക്റ്റിൽ മാത്രം ആ കൺട്രി എന്ത് ചെയ്യും? കോൺസെൻട്രേറ്റ് ചെയ്യും. ആ പ്രൊഡക്റ്റിനെ മാത്രം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുകയും ആ ഒരു പ്രൊഡക്ഷന്റെ ഭാഗമായിട്ട് ആ ഒരു കൺട്രി എന്ത് ചെയ്യും? ആ ഗുഡിനെ മാത്രം എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുകയും ചെയ്യുമെന്നുള്ളതാണ്. അപ്പൊ ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യക്കകത്ത് കൂടുതൽ ടീ പൗഡർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതായത് എഫിഷ്യന്റ് ആയിട്ട് കുറഞ്ഞ ലേബേഴ്സിനെ വെച്ചിട്ട് കുറഞ്ഞ കോസ്റ്റിൽ കുറഞ്ഞ വേജിൽ എന്ത് ചെയ്യാൻ പറ്റും? കൂടുതൽ ടീ പൗഡർ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഇന്ത്യ എന്ത് ചെയ്യും? ടീ പൗഡർ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു ആക്ടിവിറ്റിയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യും. എന്നിട്ട് കൂടുതൽ ടീ പൗഡർ പ്രൊഡ്യൂസ് ചെയ്യും, കൂടുതൽ പ്രൊഡക്ഷൻ കിട്ടും, അല്ലെ? ഈ കൂടുതൽ ഔട്ട്പുട്ട് ഇന്ത്യക്കകത്ത് ഡിമാൻഡ് മീറ്റ് ചെയ്തതിന് ശേഷം ഇന്ത്യ എങ്ങോട്ട് കൊണ്ടുപോകും? പുറത്തേക്ക് കൊണ്ടുപോകും. അതായത് എക്സ്പോർട്ട് നടത്തും, മറ്റു രാജ്യങ്ങളിൽ എത്തിക്കും. അപ്പൊ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഇന്ത്യക്ക് ഏത് പ്രൊഡക്റ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ആ പ്രൊഡക്ഷനിൽ ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യും. അതിനെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്ന് വിളിക്കുന്നത്. കാരണം ഈ ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് മെഷർ ചെയ്യുന്നത് ഏത് ബേസിലാണ്? ലേബർ കോസ്റ്റിന്റെ ബേസിലാണ്. കുറഞ്ഞ ലേബർ കോസ്റ്റിൽ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രോഡക്റ്റ് ഏതാണോ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് പ്രോഡക്റ്റ് എന്ന് വിളിക്കാം. ആ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ള പ്രോഡക്റ്റിലായിരിക്കും ഇന്ത്യ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ എന്നല്ല ഏതൊരു കൺട്രി ആയാലും ആ കൺട്രി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഈ ഒരു തിയറി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് മുന്നേ ആഡം സ്മിത്ത് ഒരു അസംഷൻ വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട അസംഷൻ എന്ന് പറയുന്നത് വൺ ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ ഇവിടെ നടക്കുന്നത്. ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ, ഏതൊരു പ്രൊഡക്റ്റ് ആയാലും പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഒരു പ്രൊഡക്റ്റ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. ആ പ്രൊഡക്റ്റ് ആണ് ലേബർ എന്ന് പറയുന്നത്. ഏത് പ്രൊഡക്റ്റ് ആയാലും ലേബർ. നമ്മുടെ ഒരു തിയറിയുടെ കൺവീനിയൻസിന് വേണ്ടി തിയറി കൂടുതൽ നമ്മളിലേക്ക് എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു കൺവീനിയൻസ് വെച്ചിട്ടാണ് ഈ ഒരു അസംഷൻ വെച്ചിട്ടുള്ളത്. നമുക്കറിയാം ഒരു ഫാക്ടറി കൊണ്ടൊന്നും ഒരിക്കലും, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ കൊണ്ടൊന്നും ഒരു പ്രൊഡക്റ്റ് നമുക്ക് നിർമ്മിക്കാനായിട്ട് കഴിയില്ല. അപ്പൊ ലേബറിനെ വെച്ച് മാത്രം നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാനൊന്നും പറ്റത്തില്ല. പക്ഷെ നമ്മുടെ സ്റ്റഡിയുടെ കൺവീനിയൻസിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്താണ്, ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനെ നമുക്ക് മുന്നിൽ ഉള്ളൂ എന്നാണ് പറയുന്നത്. ആ പ്രൊഡക്ഷൻ, ആ ഫാക്ടർ ആണ് ഏത്? ലേബർ എന്ന് പറയുന്ന ഫാക്ടർ. ഓക്കെ, അപ്പം if a foreign country can supply as with a country cheaper than we can make it, better buy it of them with some parts of the produce of our industry employed in a way in which we have some advantage, അല്ലെ? ഒബ്വിയസ്ലി ആഡം സ്മിത്തിന്റെ അഭിപ്രായത്തിൽ ഒരു കൺട്രി നമുക്ക് അബ്സല്യൂട്ട് നമ്മുടെ പ്രോഡക്റ്റ്, അതായത്
ഏറ്റവും ലാബേഴ്സിന് ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഹയർ ചെയ്തുകൊണ്ട്, ലാബേഴ്സിന് ഏറ്റവും കുറഞ്ഞ വേജ് കൊടുത്തുകൊണ്ട്, കുറഞ്ഞ വേജ് എന്ന് പറയുമ്പോൾ ലാബേഴ്സിന്റെ എക്സ്പ്ലോയിറ്റേഷൻ അല്ല, അവർക്ക് മാന്യമായിട്ടുള്ള വേജ് ആയിരിക്കും, പക്ഷെ അവർക്ക് മാക്സിമം പ്രൊഡക്ഷൻ എഫിഷ്യന്റ് ആയിട്ട് മാക്സിമം പ്രൊഡക്ടിവിറ്റി നൽകാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെറ്റർ. അപ്പോൾ ഓരോ കൺട്രിയും അവരുടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് നോക്കിയിട്ട് എന്ത് ചെയ്യും, പ്രൊഡക്ഷൻ നടത്താനായിട്ട് ശ്രമിക്കും. ഇപ്പൊ ട്രേഡ് ബിറ്റ്വീൻ ടു നേഷൻസ് ഈസ് ബേസ്ഡ് ഓൺ കോസ്റ്റ്, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്നുള്ളതാണ് ആര് മുന്നോട്ട് വെക്കുന്നത്, ആഡം സ്മിത്ത് മുന്നോട്ട് വെക്കുന്നത്. അപ്പൊ ഈ തിയറിയുടെ ഒരു സാരം എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ട്രേഡ് നടക്കുന്നതിനുള്ള കാരണം എന്താണെന്ന് അന്വേഷിച്ചതിൽ നിന്നും ആഡം സ്മിത്ത് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള അനാലിസിസിലൂടെ, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള എംപിരിക്കൽ സ്റ്റഡിയിലൂടെ നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത് എന്താണ്, ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ലാബർ കോസ്റ്റിന്റെ ബേസിലാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തീരുമാനിക്കുന്നത്. ഏറ്റവും കുറഞ്ഞ ലാബർ കോസ്റ്റ് കൊണ്ട് മാക്സിമം പ്രൊഡക്ഷൻ എവിടെ നടത്താൻ പറ്റുമോ, ഏത് പ്രൊഡക്റ്റിനെ നടത്താൻ പറ്റുമോ ആ പ്രൊഡക്റ്റിലായിരിക്കും ഓരോ കൺട്രിയും കോൺസെൻട്രേറ്റ് ചെയ്യുക, ആ പ്രൊഡക്റ്റ് ആയിരിക്കും മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ആര് പറയുന്നത്, ആഡം സ്മിത്ത് പറയുന്നത്. ഓക്കെ, അപ്പൊ നോക്കൂ, when one is more efficient than another in the production of one commodity, അപ്പൊ ആ ഒരു നേഷൻ എന്ത് ചെയ്യും, ആ ഒരു കമ്മോഡിറ്റി പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് എക്സാമ്പിളും കൂടെ വെച്ച് പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഓരോ കൺട്രിയെ സംബന്ധിച്ച് അവർക്ക് ഏറ്റവും കുറഞ്ഞ ലാബറിനെ വെച്ചിട്ട് കുറഞ്ഞ വേജിൽ ഏതാണ് മാക്സിമം പ്രൊഡക്ഷൻ നടത്താൻ പറ്റുന്ന ഗുഡ്, ആ ഗുഡിലായിരിക്കും അവര് കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പൊ അനോദർ കൺട്രി ഉണ്ടാവും. ഇപ്പം ഇന്ത്യയും ചൈനയും എടുത്താൽ ഇന്ത്യക്ക് ടീ പൗഡർ നല്ല രീതിയിൽ എഫിഷ്യന്റ് ആയിട്ട് കുറഞ്ഞ ലാബർ കോസ്റ്റ് വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇന്ത്യ എന്ത് ചെയ്യും, ടീ പൗഡർ മാത്രം പ്രൊഡ്യൂസ് ചെയ്യും. ടീ പൗഡറിന്റെ കൂടെ നമുക്ക് ചായ കിട്ടണം എന്നുണ്ടെങ്കിൽ പഞ്ചസാര കൂടെ വേണം അല്ലെ. അപ്പൊ ചൈനക്ക് ലാബർ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ മാക്സിമം പഞ്ചസാര പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും, ചൈന പഞ്ചസാര പ്രൊഡ്യൂസ് ചെയ്യും. എന്നിട്ട് നമുക്ക് ടീ കുടിക്കണം അല്ലെ, ടീ കുടിക്കാൻ ഇന്ത്യ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീ പൗഡർ മാത്രം കൊണ്ടോ ചൈന പ്രൊഡ്യൂസ് ചെയ്യുന്ന പഞ്ചസാര കൊണ്ട് മാത്രമോ സാധിക്കത്തില്ല. ചൈനയുടെ പഞ്ചസാര ഇന്ത്യയിലേക്കും ഇന്ത്യയിലെ ടീ പൗഡർ എങ്ങോട്ടും പോകണം, ചൈനയിലേക്കും പോകണം. അങ്ങനെ അങ്ങനെയാണ് എന്ത് നടക്കുന്നത്, ട്രേഡ് നടക്കുന്നത്. ഇതിന്റെ ആധാരം എന്ന് പറയുന്നത് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ആണ്. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ലാബർ കോസ്റ്റ് കുറഞ്ഞ രീതിയിൽ ആർക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമോ, ഏത് കമ്മോഡിറ്റി പ്രൊഡക്ഷൻ നടത്താൻ പറ്റുമോ ആ കമ്മോഡിറ്റിയിൽ ഓരോ രാജ്യവും എന്ത് ചെയ്യും, കോൺസെൻട്രേറ്റ് ചെയ്യും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഈ പ്രൊഡക്റ്റിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടത്തും. ഇങ്ങനെ ഇന്റർനാഷണൽ ട്രേഡ് നടക്കും എന്നുള്ളതാണ് ആരുടെ വാദം, നമ്മുടെ ആഡം സ്മിത്തിന്റെ വാദം. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോസസ്സിൽ റിസോഴ്സസ് എന്ത് ചെയ്യപ്പെടണം, മോസ്റ്റ് എഫിഷ്യൻലി യൂട്ടിലൈസ് ചെയ്യപ്പെടണം. അങ്ങനെ മോസ്റ്റ് എഫിഷ്യൻലി യൂട്ടിലൈസ് ചെയ്യപ്പെട്ടാൽ നമുക്ക് മാക്സിമം ഔട്ട്പുട്ട് കിട്ടും. ഈ മാക്സിമം ഔട്ട്പുട്ടിനെ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്ത് ഇന്റർനാഷണൽ ട്രേഡ് സാധ്യമാക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഇങ്ങനെയാണ്. അപ്പം ഇതിന്റെ ഒരു സ്പെഷ്യലൈസേഷൻ, ഈ ഒരു സ്പെഷ്യലൈസേഷൻ എന്ന് പറയുമ്പോൾ എവിടെയാണോ കോസ്റ്റ് അഡ്വാൻറ്റേജ് ഉള്ളത് അതിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിനെയാണ് സ്പെഷ്യലൈസേഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇന്ത്യനെ സംബന്ധിച്ച് ഇന്ത്യ ടീ പൗഡറിലും ഷുഗറിലും രണ്ടിലും ഒരുമിച്ച് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് അത്ര എഫിഷ്യന്റ് ആയിട്ടുള്ള പ്രൊഡക്ഷൻ കിട്ടുമെന്ന് വരില്ല. പഞ്ചസാരക്ക് ചൈനയിൽ നിന്നും ഇറക്കുമതി ചെയ്യുന്നതിനേക്കാൾ വളരെ ഹയർ റേറ്റിലായിരിക്കാം ഇന്ത്യ പഞ്ചസാര പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യനെ സംബന്ധിച്ചത് നഷ്ടമാണ്. നേരെ മറിച്ച് ടീ പൗഡറിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുകയും ആവശ്യത്തിനുള്ള പഞ്ചസാര ചൈനയിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഒരു സ്മൂത്ത് ആയിട്ട് ചീപ്പർ റേറ്റിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അണ്ടർസ്റ്റാൻഡിൽ പോകാനായിട്ട് സാധിക്കും. ഇങ്ങനെയാണ് സ്പെഷ്യലൈസേഷൻ ത്രൂ സാധ്യമാവുന്നത്. ഇനി നമുക്കൊരു ടാബിലൊക്കെ വെച്ചിട്ട് ഇതിന്റെ എക്സ്പ്ലനേഷൻ അല്ലെങ്കിൽ ഇതിന്റെ ഒരു എക്സാമ്പിൾ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പം ഇവിടെ ഒന്നുകൂടെ പറയണമെന്നുണ്ടെങ്കിൽ ട്രേഡ് വുഡ് ബെനിഫിറ്റ് ബോത്ത് കൺട്രീസ് ഇഫ് കൺട്രി എ എക്സ്പോർട്ടഡ് ദി ഗുഡ് വിച്ച് ഇറ്റ് ക്യാൻ പ്രൊഡ്യൂസ് അറ്റ് എ ലോവർ കോസ്റ്റ് ദാൻ കൺട്രി ബി ആൻഡ് ഇമ്പോർട്ടഡ് ദി ഗുഡ്സ് വിച്ച് കൺട്രി ബി ക്യാൻ പ്രൊഡ്യൂസ് അറ്റ് എ ലോവർ കോസ്റ്റ് ദാൻ എ. അല്ലെ, എക്ക് ഒരു പ്രൊഡക്റ്റ് ലോവർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ബിക്ക് വേറൊരു പ്രൊഡക്റ്റ് എനേക്കാൾ ലോവർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവർ രണ്ടും ആ സെയിം പ്രോഡക്റ്റിൽ, അത് സെയിം പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എയുടെ പ്രൊഡക്റ്റിലും ബിയുടെ വേറൊരു പ്രൊഡക്റ്റിലും കോൺസെൻട്രേറ്റ് ചെയ്യുകയും അത് അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് നടത്തുകയും ചെയ്യും എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്കൊരു എക്സാമ്പിളിലേക്ക് പോവാം. ഇപ്പൊ 2 കൺട്രീസ് ഉണ്ടെന്ന് വിചാരിക്കുന്നു, കൺട്രി എ, കൺട്രി ബി. ഒരു കൺട്രി എ എന്ന് പറയുന്ന ഒരു കൺട്രിയും ബി എന്ന് പറയുന്ന അനോദർ കൺട്രിയുണ്ട്. ഇവ വീറ്റും റൈസുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. 2 പ്രോഡക്റ്റ്, ഒന്ന് വീറ്റ് ഒന്ന് റൈസുമാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് 200 ലാബേഴ്സ് ആണ്. അതായത് എ എന്ന് പറയുന്ന കൺട്രിക്ക് 200 ലാബേഴ്സ് ഉണ്ട്, ബി എന്ന് പറയുന്ന കൺട്രിക്കും 200 ലാബേഴ്സ് ഉണ്ട്. ഇനി നോക്കൂ, കൺട്രി എ യൂസസ് 10 ലാബേഴ്സ് ടു പ്രൊഡ്യൂസ് 1 ടൺ ഓഫ് വീറ്റ്. അതായത്
1 ടൺ വീറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ കൺട്രി എക്ക് 10 ലാബേഴ്സ് വേണം. അതായത് 1 ടൺ ഓഫ് വീറ്റ്, 1 ടൺ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കൺട്രി എക്ക് 10 ലാബേഴ്സ് വേണം. 10 ലാബേഴ്സിനെ വെച്ചാലേ 1 ടൺ വീറ്റ് ആർക്ക് കിട്ടുള്ളൂ? കൺട്രി എക്ക് കിട്ടുള്ളൂ. ഇനി അതേസമയം 20 ലാബേഴ്സിനെ വെച്ചിട്ടാണ് 1 ടൺ ഓഫ് റൈസ് കൺട്രി എ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം 10 ലാബേഴ്സിനെ കൊണ്ട് 1 ടൺ വീറ്റ് കിട്ടും. പക്ഷെ 20 ലാബേഴ്സ് വേണം എന്തിന്? 1 ടൺ റൈസ് കിട്ടാം. കൺട്രി എയുടെ സാഹചര്യമാണ് നമ്മൾ പറഞ്ഞത്. ഇനി കൺട്രി ബിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 25 യൂണിറ്റ്സ് ഓഫ് ലാബേഴ്സ് ടു പ്രൊഡ്യൂസ് 1 ടൺ ഓഫ് വീറ്റ്. 1 ടൺ ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് എത്ര ലാബേഴ്സിന് വേണം? 25 യൂണിറ്റ്സ് അല്ലെങ്കിൽ 25 ലാബേഴ്സിന് വേണം. അതേസമയം 1 ടൺ ഓഫ് റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് കൺട്രി ബിക്ക് എന്ത് മതി? 5 യൂണിറ്റ്സ് ഓഫ് ലാബേഴ്സ് മാത്രം മതി. 5 യൂണിറ്റ്സ് ഓഫ് ലാബേഴ്സിനെ കൊണ്ട് കൺട്രി ബിക്ക് 1 ടൺ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേസമയം അതിന്റെ 3 മടങ്ങ് അല്ലെ, 25 യൂണിറ്റ് ലാബേഴ്സിനെ വെച്ചിട്ട് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 1 ടൺ ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഈ പറഞ്ഞത് ഈ ഒരു ടാബിളിൽ കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇവിടെ വീറ്റും റൈസും ഉണ്ട്. 1 ടൺ വീറ്റിന് കൺട്രി എക്ക് 10 ലാബേഴ്സ് വേണം, കൺട്രി ബിക്കോ 25 ലാബേഴ്സിന് വേണം. ഇനി 1 ടൺ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ കൺട്രി എക്ക് 20 ലാബേഴ്സ് വേണം, കൺട്രി ബിക്കോ 5 ലാബേഴ്സ് മതി. ഇതില് നോക്കൂ, നമ്മുടെ ട്രേഡ് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം, ഇതിന്റെ ബെനഫിറ്റും കാര്യങ്ങളും ഒക്കെ. കൺട്രി എ അല്ല, കൺട്രി എ എന്ന് പറയുന്നത് ഇവിടെ കൺട്രി എക്ക് ഏറ്റവും അഡ്വാൻറ്റേജ് ഏതാണ്? 10 ലാബേഴ്സിനെ വെച്ചാണ് അവര് 1 ടൺ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേസമയം 20 ലാബേഴ്സിനെ വെച്ചാൽ 1 ടൺ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ആൻഡ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡ്യൂസിങ് വീറ്റ് ആണ് അല്ലെ. കാരണം 10 ലാബേഴ്സിനെ കൊണ്ട് അവർക്ക് 1 ടൺ കിട്ടും, 1 ടൺ വീറ്റ് കിട്ടും. പക്ഷെ അതിന്റെ എക്സ്ട്രാ ലാബേഴ്സിന്റെ എടുത്താലേ 1 ടൺ റൈസ് കിട്ടുള്ളൂ. സോ കൺട്രി എ എന്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യും? വീറ്റിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. ഇനി നോക്കൂ, കൺട്രി ബിയിലേക്ക് വരൂ. കൺട്രി ബിയിലേക്ക് വന്നാൽ അവരുടെ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് എന്താ? 25 ലാബേഴ്സിനെ കൊണ്ട് അവർക്ക് 1 ടൺ വീറ്റ് കിട്ടുള്ളൂ. പക്ഷെ 5 ലാബേഴ്സിനെ കൊണ്ട് അവർക്ക് എന്ത് കിട്ടും? 1 ടൺ റൈസ് കിട്ടും അല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 ലാബേഴ്സിനെ വെച്ച് 1 ടൺ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. സോ അവർ ഏതിൽ കോൺസെൻട്രേറ്റ് ചെയ്യും? റൈസിൽ കോൺസെൻട്രേറ്റ് ചെയ്യും. അപ്പൊ കൺട്രി എനെ സംബന്ധിച്ച് അവരുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് ഏത് പ്രൊഡ്യൂസ് ചെയ്യുമ്പോഴാണ്? വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ കൺട്രിയെ മൊത്തം ലാബേഴ്സിനെയും, ആകെയുള്ള 200 ലാബേഴ്സ് ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ, ആ 200 ലാബേഴ്സിനെയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും? വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതേസമയം കൺട്രി ബി എന്ത് ചെയ്യും? ഈ 200 ലാബേഴ്സിനെയും എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും? റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. 200 ലാബേഴ്സിനെ വെച്ചിട്ട് അവർ റൈസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയും കൺട്രി എ 200 ലാബേഴ്സിനെ വെച്ചിട്ട് വീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഓക്കെ, ഇനി നോക്കൂ, ഇനി നോ ട്രേഡ് ബിറ്റ്വീൻ ദീസ് കൺട്രീസ് ആണ് എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ട്രേഡ് ആണെങ്കിലാണല്ലോ ഇങ്ങനെ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുക. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇന്ത്യയെ സംബന്ധിച്ച് പല സ്റ്റേറ്റ്സിലും എന്താണ്, റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നവരുണ്ട്, അല്ലെങ്കിൽ റൈസ് കൺസ്യൂം ചെയ്യുന്നവരുണ്ട്, അതേസമയം വീറ്റ് കൺസ്യൂം ചെയ്യുന്നവരുണ്ട്. അപ്പൊ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ ട്രേഡ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് എന്ത് മാത്രമേ കിട്ടുള്ളൂ? ആ വീറ്റോ അല്ലെങ്കിൽ റൈസ് ഏതെങ്കിലും ഒന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. പക്ഷെ ഇന്ത്യക്കകത്ത് വരുന്ന ജനങ്ങൾക്ക് എന്ത് വേണം? വീറ്റും വേണം, റൈസും വേണം. അതുകൊണ്ട് തന്നെ ട്രേഡ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണമായിരുന്നു? ഇന്ത്യ തന്നെ വീറ്റും റൈസും പ്രൊഡ്യൂസ് ചെയ്യണമായിരുന്നു അല്ലെ. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കാം. നോക്കൂ, ടു പ്രൊഡ്യൂസ് വീറ്റ് ആൻഡ് റൈസ് കൺട്രി എ വുഡ് പ്രൊഡ്യൂസ് 10 ടൺസ് ഓഫ് വീറ്റ്. അപ്പൊ 10 ടൺസ് കൺട്രി എ എന്ത് ചെയ്യും? 10 ടൺസ് ഓഫ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് 5 ടൺസ് ഓഫ് റൈസ് പ്രൊഡ്യൂസ് ചെയ്യും. 5 ടൺസ് ഓഫ് റൈസും പ്രൊഡ്യൂസ് ചെയ്യും. ഇങ്ങനെ എന്താണ്, ലാബേഴ്സിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഡീവിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് ലാബേഴ്സിനെ വീറ്റിന് വേണ്ടിയിട്ടും കുറച്ച് ലാബേഴ്സിനെ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും മാറ്റി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? 10 ടൺസ് ഓഫ് വീറ്റും കിട്ടും, 5 ടൺസ് ഓഫ് റൈസും കിട്ടും. ഇനി കൺട്രി ബിക്ക് ആണെങ്കിൽ എന്ത് കിട്ടും? 4 ടൺസ് ഓഫ് വീറ്റും 20 ടൺസ് ഓഫ് റൈസും ആണ് കിട്ടുന്നത്. ഓക്കെ, കാരണം അറിയാം 25 ലാബേഴ്സിനെ വെച്ചിട്ടാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? 1 ടൺ വീറ്റ് കിട്ടുന്നത്. അതേസമയം 5 വെച്ചാൽ അവർക്ക് എന്ത് ചെയ്യും? 1 ടൺ റൈസ് കിട്ടും അല്ലെ. 5 ലാബേഴ്സിനെ വെച്ചാൽ 1 ടൺ റൈസ് കിട്ടും. അതേസമയം നേരെ തിരിച്ചാണ് ഇന്ത്യയുടെ കേസിൽ 10 ലാബേഴ്സിനെ വെച്ചാൽ 1 ടൺ വീറ്റും 20 ലാബേഴ്സിനെ വെച്ചാൽ 1 ടൺ റൈസുമാണ് കിട്ടുന്നത്. ആ കണക്ക് വെച്ചിട്ടാണ് ഈ പറഞ്ഞിട്ടുള്ളത്. 10 ടൺ വീറ്റും 5 ടൺ റൈസും ഈ കൺട്രി എ പ്രൊഡ്യൂസ് ചെയ്യും. 4 ടൺ വീറ്റും 20 ടൺ റൈസും ആര് പ്രൊഡ്യൂസ് ചെയ്യും? കൺട്രി ബി പ്രൊഡ്യൂസ് ചെയ്യും. ഇൻ ദി ആബ്സെൻസ് ഓഫ് നോ ട്രേഡ്, ഇന്റർനാഷണൽ ട്രേഡ് നടക്കാത്ത ഒരു സമയമാണ് എന്നുണ്ടെങ്കിൽ. ഓക്കെ, ഇങ്ങനെ
ടോട്ടൽ പ്രൊഡക്ഷൻ വിത്തൗട്ട് ട്രേഡ് എന്താവും 39 ടൺസ് ആവും. അതായത് 14 ടൺ വീറ്റ്. ആകെ ട്രേഡ് നോക്കുകയാണെങ്കിൽ ആകെ 14 ടൺ വീറ്റും ആകെ 25 ടൺ റൈസും മാത്രമാണ് ടോട്ടലി പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ രണ്ടും നോക്കുമ്പോൾ 14 പ്ലസ് 25 എത്ര കിട്ടും? 39 അല്ലെ, 39 ടൺസ് മാത്രമാണ് ടോട്ടലി അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റുന്നത് അല്ല. ഇനി അതർ ഹാൻഡ് കൺട്രി ബി ആസ് ആൻ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഇൻ പ്രൊഡ്യൂസിങ് റൈസ് എന്ന് പറഞ്ഞു അല്ലെ. 5 ലാബേഴ്സിനെ വെച്ച് കൺട്രി ബിക്ക് എന്ത് ചെയ്യാൻ പറ്റും? 1 ടൺ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും ആണല്ലോ. അതുകൊണ്ട് തന്നെ റൈസിലാണ് ആർക്ക് അഡ്വാൻറ്റേജ് ഉള്ളത്? കൺട്രി ബിക്ക് അഡ്വാൻറ്റേജ് ഉള്ളത്. അതേപോലെ 10 ലാബേഴ്സിനെ വെച്ചിട്ട് കൺട്രി എക്ക് 1 ടൺ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ കൺട്രി എക്ക് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് ഏതാണ്? വീറ്റിലാണ് അല്ലെ. ഇനി ദർ ഇസ് നോ ട്രേഡ് സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ ഈ 200 ലാബേഴ്സിനെയും രണ്ട് കൺട്രീസും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ നമുക്ക് എത്ര കിട്ടുമായിരുന്നു? 39 ടൺസ് ഓഫ് ട്രേഡ് ആണ് ആകെ. 39 യൂണിറ്റിന്റെ ആകെ ടോട്ടൽ 25 ടൺ റൈസും 14 ടൺ വീറ്റുമായിട്ട് 39 ആയിരുന്നു ട്രേഡ് നടന്നിരുന്നത്. ഇനി ഈ ഒരു അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിന്റെ ബേസിൽ ട്രേഡ് സിറ്റുവേഷൻ നടക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും? ഇഫ് ബോത്ത് കൺട്രീസ് ഓപ്പൺ ടു ട്രേഡ് ആൻഡ് സ്പെഷ്യലൈസ് ഇൻ ഗുഡ്സ് ദോസ് ഹു ഹാവ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്, ആ സമയത്ത് ടോട്ടൽ പ്രൊഡക്ഷൻ എന്താവും? ഹയർ ആവും. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ 200 ലാബേഴ്സിനെയും കൺട്രി എ എന്ത് ചെയ്യും? വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യും. 200 ലാബേഴ്സ് ഉണ്ട്. 200 ലാബേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും? 10 ലാബേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? 1 ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ 200 ലാബേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും? 20 ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ലേ? അതുകൊണ്ട് തന്നെ 200 ലാബേഴ്സിനെ വെച്ച് 20 ടൺ വീറ്റ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? കൺട്രി എക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഇനി കൺട്രി ബിനെ സംബന്ധിച്ച് 5 ലാബേഴ്സിനെ വെച്ച് 1 ടൺ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ 200 ലാബേഴ്സിനെ വെച്ചിട്ട് എത്ര ടൺ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും അവർക്ക്? 40 ടൺ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ ടോട്ടൽ എന്ത് കിട്ടി? 20 പ്ലസ് 40 അല്ല, 20 പ്ലസ് 40 60 ടോട്ടൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ട്രേഡ് ഉള്ള സിറ്റുവേഷൻ ആണ് എന്നുണ്ടെങ്കിൽ. ട്രേഡ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ 39 ടണ്ണ് വീറ്റ് പ്ലസ് റൈസേ കിട്ടത്തുള്ളൂ. പക്ഷെ ട്രേഡ് നടക്കുന്ന സിറ്റുവേഷൻ ആണ്. ഓരോ കൺട്രിയും അവരുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കിയിട്ട് അവര് ഏത് സിറ്റുവേഷൻ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് വെച്ചിട്ടാണ് അവര് എന്ത് കണക്കാക്കുന്നത് എന്നുണ്ടെങ്കിൽ ട്രേഡ് നടത്താൻ, അല്ലെങ്കിൽ അവര് അതിൽ സ്പെഷ്യലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം കൂട്ടിയിട്ട് 60 ടൺ അവർക്ക് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ കണ്ടോ, ഇന്റർനാഷണൽ ട്രേഡ് നടക്കുമ്പോൾ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് നോക്കിയിട്ട് അവർ പ്രൊഡക്ഷൻ സ്പെഷ്യലൈസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടൽ ഔട്ട്പുട്ട് തന്നെ രണ്ട് കൺട്രിക്കും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു ടോട്ടൽ ഔട്ട്പുട്ട് തന്നെ ഹയർ ചെയ്യാനായിട്ട് സാധിക്കും. 39 ടൺ പ്രൊഡ്യൂസ് ചെയ്യുന്നിടത്ത് നിന്നും ട്രേഡ് നടക്കുന്ന സമയത്ത് എത്തുമ്പോൾ അവിടെ എന്ത് നടക്കാം? 60 ടൺ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് രണ്ട് കൺട്രിക്കും പറ്റുന്നുണ്ട്. അപ്പൊ ടോട്ടൽ പ്രൊഡക്ഷൻ എന്തായിട്ടുണ്ട്? ഇവിടെ കൂടിയിട്ടുണ്ട്. ആദ്യം 39 ടൺസ് ആയിരുന്നു. പക്ഷെ ട്രേഡ് നടക്കുക സ്പെഷ്യലൈസേഷന്റെ ബേസിൽ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിന്റെ ബേസിൽ ട്രേഡ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ 60 ടൺസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. അതൊരു മാറ്റം തന്നെയല്ലേ? അത് രണ്ട് കൺട്രീനെ സംബന്ധിച്ചും അത് അഡ്വാൻറ്റേജ് തന്നെയാണ്. സോ അങ്ങനെ ഈ ഒരു ഗെയിൻ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്റർനാഷണൽ ട്രേഡ് അല്ലെ, ഒരു വെൽഫെയർ ഗെയിൻ ഇന്റർനാഷണൽ ട്രേഡിൽ നിന്നും കിട്ടി. അപ്പൊ therefore the theory of absolute advantage shows that pattern of trade based on absolute cost differences would benefit both countries. ഇങ്ങനെ അബ്സല്യൂട്ട് കോസ്റ്റ് ഡിഫറൻസിന്റെ ബേസിലാണ് ഇവര് സ്പെഷ്യലൈസേഷൻ നടത്തുകയും ആ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള ഗുഡ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയും എക്സ്പോർട്ട് ഇമ്പോർട്ടും നടത്തുകയും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോട്ടലി അവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പോസിറ്റീവ് സം ഗെയിം എന്നുള്ള രീതിയിൽ കൺട്രി എക്കും മെച്ചമുണ്ടാക്കാനായിട്ട് സാധിക്കും, കൺട്രി ബിക്കും മെച്ചമുണ്ടാക്കാനായിട്ട് സാധിക്കും. ഇനി ട്രേഡ് ഇല്ലാത്ത സിറ്റുവേഷനിൽ രണ്ടുപേർക്കും എന്താ ഒരു ബെറ്റർ കണ്ടീഷനിൽ എത്താൻ സാധിക്കത്തും ഇല്ല. അപ്പൊ അതാണ് നമ്മുടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി. ഇനി നമ്മൾ മൂവ് ചെയ്യുന്നത് എവിടേക്കാണ്? കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിലേക്കാണ്. അപ്പൊ നമ്മൾ ബേസിക്കലി പറയുകയാണെന്നുണ്ടെങ്കിൽ കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത് എന്താണ്? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് തിയറിയുടെ ഒരു എലാബറേറ്റിംഗ് വേർഷൻ ആയിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാനായിട്ട് പറ്റും? കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയെ കണക്കാക്കാനായിട്ട് പറ്റും. അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ആഡം സ്മിത്ത് ആണെങ്കിൽ കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി ആരാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? ഡേവിഡ് റിക്കാർഡോയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ബുക്കായിരുന്നു പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സാഷൻ എന്ന് പറയുന്നത്. ഈ പ്രിൻസിപ്പിൾസ് ഓഫ് പൊളിറ്റിക്കൽ ഇക്കോണമി ആൻഡ് ടാക്സാഷൻ എന്ന് പറയുന്ന ബുക്കിൽ നിന്നും 1817 അത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അതിലാണ് ഡേവിഡ് റിക്കാർഡോ കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയെ കുറിച്ച് നമുക്ക് മുന്നിൽ പ്രസന്റ് ചെയ്തിട്ടുള്ളത്. ഇതെന്താണ് മെയിൻ ആയിട്ട് പറയുന്നത്? ലോ ഓഫ് കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് തന്നെയാണ്. ഇത് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ഒരു
എക്സ്പാൻഷൻ ആയിട്ട്, ഒരു എക്സ്റ്റെൻഡഡ് വേർഷൻ ആയിട്ട് നമുക്ക് ഏതിനെ കണക്കാക്കാനായിട്ട് പറ്റും? കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയെ കണക്കാക്കാനായിട്ട് സാധിക്കും. നോക്കാം. അപ്പൊ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആൻഡ് സ്റ്റിൽ അൺചലഞ്ചഡ് ആയിട്ടുള്ള ഒരു ലോ ആണ് കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എന്ന് പറയുന്നത്. കുറച്ചും കൂടെ ഒരു വിശ്വസനീയമായിട്ടുള്ള ഒരു കോഴ്സ് ആയിട്ട്, ഇന്റർനാഷണൽ ട്രേഡിന്റെ കോഴ്സ് ആയിട്ട് ഇപ്പോഴും കണ്ടുപോരുന്നത് ആരെ തന്നെയാണ്? കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയെ തന്നെയാണ്. അപ്പൊ റിക്കാർഡോ ഈ ഒരു തിയറിയിലൂടെ പറഞ്ഞു വെക്കുന്നത് എന്താണ്? ട്രേഡ് can be beneficial for two countries even if one country has an absolute advantage in all the products and the other country has no absolute advantage in any other products. ഓക്കെ, അതായത് ഇപ്പം അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി നമ്മളിപ്പോ വീറ്റും റൈസിന്റെ ഒരു എക്സാമ്പിൾ പറഞ്ഞു അല്ലെ. കൺട്രി എനെ സംബന്ധിച്ച് വീറ്റിൽ ഒരു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ കൺട്രി ബിക്ക് റൈസിലും ആയിരുന്നു അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ്. പക്ഷെ അവിടെ ഒരു ചോദ്യം, അതുകൊണ്ടാണ് അവിടെ ട്രേഡ് നടന്നത്. പക്ഷെ ഇവിടെ ഒരു ചോദ്യം, കൺട്രി എക്കും ബിക്കും സെയിം ആയിട്ട് വീറ്റിൽ തന്നെയാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കൺട്രി എക്ക് വീറ്റിലും റൈസിലുമാണ് അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, കൺട്രി എക്ക് വീറ്റും റൈസും എനേക്കാൾ ബെസ്റ്റ് ആയിട്ട്, കൺട്രി ബിനേക്കാൾ ബെസ്റ്റ് ആയിട്ട് എക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അവിടെ എങ്ങനെ ട്രേഡ് നടക്കും? ഏറ്റവും ബെസ്റ്റ് ആയിട്ട്, ഏറ്റവും കോസ്റ്റ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിൽ എക്ക് തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. എന്ത് അപ്പോ അവിടെ എങ്ങനെയാണ് എക്സ്പോർട്ട് നടക്കുക, എങ്ങനെയാണ് ഇമ്പോർട്ട് നടക്കുക എന്നുള്ളത് സംശയമല്ലേ. കാരണം എനെ സംബന്ധിച്ച് രണ്ടും ഉണ്ട്, ബിനെ സംബന്ധിച്ച് ഒന്നുമില്ല. അപ്പൊ ബിയിലേക്ക് കൊടുക്കുക, അപ്പൊ ബിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാൻ ഒന്നുമില്ല അല്ലെ, ഇമ്പോർട്ട് വരുന്നില്ല, എക്സ്പോർട്ട് മാത്രമേ നടക്കുള്ളൂ. അപ്പൊ അവിടെ ട്രേഡ് നടക്കില്ലല്ലോ എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നുമാണ് അവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി, അങ്ങനെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്ന ഒരു കൺട്രിക്ക് എല്ലാ പ്രോഡക്റ്റിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ കൂടി കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്ന ആ ഒരു ടേമിന്റെ ബേസിൽ ട്രേഡ് നടക്കുമെന്നാണ് ആര് പറയുന്നത്? ഡേവിഡ് റിക്കാർഡോ പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പം നോക്കൂ, ഫസ്റ്റ് നേഷൻ വുഡ് ബി ബെറ്റർ ഓഫ് പ്രൊവൈഡഡ് ദേ സ്പെഷ്യലൈസ് ഇൻ ദി പ്രൊഡക്ഷൻ ആൻഡ് എക്സ്പോർട്ട് ദോസ് absolute disadvantage is smaller and import the commodity in which absolute disadvantage is greater. ഇനി ഒരു കൺട്രിക്ക് തന്നെയാണ് രണ്ടിലും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് ഉള്ളത് എന്നുണ്ടെങ്കിൽ, അബ്സല്യൂട്ട് ഈ രണ്ട് കമ്മോഡിറ്റിയിൽ ഇപ്പൊ വീറ്റും റൈസും കൺട്രി എ ഉണ്ട്, കൺട്രി എക്ക് എന്ത് ചെയ്യാൻ പറ്റും? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജിൽ വീറ്റും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, റൈസും പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയെങ്കിൽ ട്രേഡ് നടക്കുക എങ്ങനെയാണ്? അതിലൊന്നുമില്ല, ഇതിലെ വീറ്റും റൈസും പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കൂടുതൽ വീറ്റിനാണോ റൈസിനാണോ എന്ന് നോക്കും. ഇവിടെ നോക്കാം, ഇവിടെ 10 ലാബേഴ്സിനെ വെച്ചിട്ടാണ് എന്ത് കിട്ടുന്നത്? വീറ്റ് കിട്ടുന്നത്. 5 ലാബേഴ്സിനെ വെച്ചാൽ റൈസ് കിട്ടും, 1 ടൺ റൈസ് കിട്ടും. അപ്പൊ ഏറ്റവും കൂടുതൽ അഡ്വാൻറ്റേജ് ആയതിലാണ് 5 ലാബേഴ്സിനെ വെച്ചാൽ റൈസ് കിട്ടും അല്ലെ. അപ്പൊ 200 ലാബേഴ്സിൽ ടോട്ടൽ 40 ടണ്ണ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? റൈസ് എക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? 20 ടണ്ണെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും അഡ്വാൻറ്റേജ് കുറവ് ഏതിലാണ്? റൈസ് ആണ്. റൈസ് ആണ് ഏറ്റവും കൂടുതലായിട്ട് അഡ്വാൻറ്റേജ് കൂടുതലുള്ളത്, റൈസ് ആണ്. അഡ്വാൻറ്റേജ് ഏറ്റവും കോസ്റ്റ് അഡ്വാൻറ്റേജിന്റെ ബേസിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ ഏതാണ്? റൈസ് ആണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും? റൈസ് ചൂസ് ചെയ്യുകയും വീറ്റ് കൺട്രിയെ ചൂസ് ചെയ്യുകയും ചെയ്യും. അതായത് ഏറ്റവും അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കൂടുതൽ ഏതിനാണോ അത് ആ കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുകയും, അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് കുറവ് ഏതിനാണോ അത് മറ്റൊരു കൺട്രി പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും. അതാണ് കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. താരതമ്യം നോക്കും, അതായത് രണ്ടും ഒരാൾക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ ഏതാണ്, ഈ രണ്ടെണ്ണത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ഏതാണോ അത് പ്രൊഡ്യൂസ് ചെയ്യുകയും മറ്റത് അനദർ കൺട്രിക്ക് വിട്ടുകൊടുക്കുകയും ചെയ്യുന്ന ഒരു സിറ്റുവേഷനെയാണ് കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലും അസംഷൻസ് ഉണ്ട്. ലാബർ ഈസ് ദി ഓൺലി ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്നാണ് പറയുന്നത്. ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷനേ ഉള്ളൂ, അതാരാണ്? ലേബർ ആണ്. സീറോ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ആണ്, അതായത് നോട്ട് ട്രേഡ് ബാരിയേഴ്സ് വിത്തിൻ ദി കൺട്രീസ് ആണ്. അതായത് താരിഫ് പോലുള്ള, കോട്ട പോലുള്ള ബാരിയേഴ്സ് ഒന്നും കൺട്രീസ് തമ്മിലുള്ള ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? എക്സ്പോർട്ട് ചെയ്യാനും ഇമ്പോർട്ട് ചെയ്യാനും പറ്റും. മാത്രമല്ല ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് സീറോ ആണ്. ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരുന്നില്ല, ഓൺലി 1 ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ ആണ് അവിടെ വരുന്നുള്ളൂ. ഓക്കെ ഇനി നമുക്ക് ഇതിനെ ഒരു ടേബിൾ വൈസ് ആയിട്ടുള്ള ഒരു അനാലിസിസ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം 2 കൺട്രീസ് ആണുള്ളത്, കൺട്രി എയും കൺട്രി ബിയും. അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് വീറ്റും റൈസും തന്നെയാണ്. ലേബർ ആണ് അവരുടെ ആകെയുള്ള ഒരു ഫാക്ടർ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ 200 ലാബേഴ്സ് ആണ് കൺട്രി എക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതേ 200 ലാബേഴ്സ് ആർക്കും അവൈലബിൾ ആണ്? കൺട്രി ബിക്കും അവൈലബിൾ ആണ്. ഇനി നോക്കൂ, 100 ലാബേഴ്സ് ടു പ്രൊഡ്യൂസ് വീറ്റ് ആൻഡ് 100 ലാബേഴ്സ് ടു പ്രൊഡ്യൂസ് റൈസ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ, ഇപ്പം കൺട്രി എക്ക് എന്ത് ചെയ്യാൻ പറ്റും? 20 ടൺ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, 40 ടൺ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. അതേസമയം കൺട്രി ബിക്ക് 15 ടൺ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനും 10 ടൺ വീറ്റ് റൈസ് പ്രൊഡ്യൂസ് ചെയ്യാനും
പറ്റുള്ളൂ ഒരു ടേബിൾ വൈസിൽ. ഇനി നോക്കൂ കൺട്രി എനെ നോക്കൂ. കൺട്രി എക്ക് 15 കൺട്രി വീറ്റ് നോക്കൂ. വീറ്റ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? 20 ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് കൺട്രി എക്കാണ്. അതേസമയം റൈസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നത് ആർക്കാണ്? കൺട്രി എക്ക് തന്നെയാണ്. അതായത് വീറ്റ് എക്ക് 20ഉം കൺട്രി ബിക്ക് 15ഉം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും കൂടുതൽ എക്ക്. ഇനി റൈസിന്റെ കേസ് എടുത്താല് റൈസിന്റെ കേസ് കൺട്രി എക്ക് 40 ടൺ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, കൺട്രി ബിക്കോ 10 പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതും ഏറ്റവും കൂടുതൽ ആർക്കാണ്? എക്ക് തന്നെയാണ്. അപ്പൊ ഇവിടെ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് വീറ്റിലും റൈസിലും ഒരേ വ്യക്തിക്ക് തന്നെയാണ്, ഒരേ കൺട്രിക്ക് തന്നെയാണ്. അത് കൺട്രി എക്കാണ്. കൺട്രി എക്ക് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് പ്രകാരം 20 ടൺ വീറ്റും 40 ടൺ റൈസും പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. 200 കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അപ്പൊ ഏറ്റവും കോസ്റ്റ്, അതായത് 200 ലാബേഴ്സിനെയും മാക്സിമം 200 ലാബേഴ്സിനെ മാക്സിമം വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 20ഉം മാക്സിമം റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 40ഉം പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അതിൽ നിന്നും കൺട്രി ബിനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് രണ്ട് പ്രൊഡക്റ്റിന്റെ കേസിൽ മാർക്കാണുള്ളത് കൺട്രി എക്കാണുള്ളത് അല്ലെ. അപ്പൊ കൺട്രി എ എന്ന് പറയുന്നത് സെയിം നമ്പർ ഓഫ് ലാബേഴ്സ് ഇൻ പ്രൊഡ്യൂസിംഗ് റൈസ് ആൻഡ് വീറ്റ്. ഹവർ റൈസ് പ്രൊഡക്ഷൻ ഈസ് ഹയർ ദാൻ വീറ്റ് പ്രൊഡക്ഷൻ. അപ്പൊ പക്ഷെ ഇവിടെ നോക്കൂ, ഇത് 200 ലാബേഴ്സിന് മൊത്തം യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 20 ടൺ വീറ്റ് ആണ് ആർക്ക് പറ്റുള്ളൂ? കൺട്രി എക്ക് പറ്റുള്ളൂ. പക്ഷെ 200 ലാബേഴ്സിനെ മൊത്തമായിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 40 ടൺ റൈസ് ആർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? കൺട്രി എക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഏറ്റവും അഡ്വാൻറ്റേജ് കൂടുതൽ ഏതിനാണ്? റൈസിനാണ് അല്ലെ. അപ്പൊ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് ഏറ്റവും കൂടുതൽ കൺട്രി എക്ക് റൈസിനാണ് ആണല്ലോ. അതുപോലെ തന്നെ ഇനി കൺട്രി ബിന്റെ കേസ് എടുത്ത് നോക്കൂ. സെയിം നമ്പർ ഓഫ് ലാബേഴ്സിനെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുകയാണെങ്കിൽ വീറ്റ് ആൻഡ് റൈസ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് വളരെ കൂടിയ രീതിയിലാണ് അവിടെ കാണുന്നത്. പക്ഷെ വീറ്റ് പ്രൊഡക്ഷൻ ആണ് മോർ ദാൻ റൈസ് വരുന്നത് അല്ലെ. ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? 15 ടൺ എന്ത് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും? വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. പക്ഷെ റൈസ് ആണെന്നുണ്ടെങ്കിൽ 10 ടണ്ണേ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കമ്പറേറ്റ് ഇവിടെ നോക്കുമ്പോൾ 40 ആണ് കൂടുതൽ. അപ്പൊ അവർ കൺട്രി എ ഏത് ചൂസ് ചെയ്യും? റൈസ് പ്രൊഡക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ കൺട്രി ബി ഏത് ചൂസ് ചെയ്യും? വീറ്റ് പ്രൊഡക്ഷൻ ചൂസ് ചെയ്യും. കാരണം ഇവിടെ മറ്റത് റൈസ് ആണെങ്കിൽ 10 ടണ്ണേ കിട്ടുള്ളൂ, വീറ്റ് ആണെന്നുണ്ടെങ്കിൽ 15 ടണ്ണ് കിട്ടും. അപ്പൊ ഏറ്റവും കൂടുതൽ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് നോക്കിയിട്ടാണ് ഇവിടെ തീരുമാനം എടുക്കുക. അപ്പൊ റൈസ് ആര് പ്രൊഡ്യൂസ് ചെയ്യും? കൺട്രി എ പ്രൊഡ്യൂസ് ചെയ്യും. കൺട്രി ബി വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും വിത്ത് ദ ബേസ് ഓഫ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ്. കൺട്രി എക്കാണ് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എന്നുണ്ടെങ്കിൽ കൺട്രി എ സ്പെഷ്യലൈസ് ചെയ്യുന്നത് ഏതായിരിക്കും? അബ്സല്യൂട്ട് അഡ്വാൻറ്റേജ് കൂടുതൽ ഏതാണോ അത് കൺട്രി എ ചൂസ് ചെയ്യും. ഇനി കൺട്രി ബിയുടെ കേസിൽ രണ്ടിലും അബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ് ആണുള്ളത്. ആ അബ്സല്യൂട്ട് ഡിസഡ്വാൻറ്റേജ് ഉള്ളത് ഏത് സ്പെഷ്യലൈസ് ചെയ്യും എന്ന് തീരുമാനിക്കുക ഏതിന്റെ ബേസിലാണ്? ഏതിലാണോ ഡിസഡ്വാൻറ്റേജ് കുറവുള്ളത് അത് ആര് ചൂസ് ചെയ്യും? കൺട്രി ബിയും ചൂസ് ചെയ്യും. അങ്ങനെ ഇന്റർനാഷണൽ ട്രേഡ് നടക്കുമെന്നാണ് ആര് പറയുന്നത്? ഡേവിഡ് റിക്കാർഡോ കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയിലൂടെ പറയുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇവിടെ ട്രേഡ് നടക്കുന്നത്. ഇങ്ങനെയാണ് ട്രേഡ് നടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, country has decided to produce 60 units of rice and employing 150 laborers. ഇനി ഇതില്ലാത്ത സിറ്റുവേഷൻ ആണ് പറയുന്നത്. അതായത് ട്രേഡ് നടക്കാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കൺട്രിയെ എന്ത് തീരുമാനിക്കാണ്? 60 യൂണിറ്റ് റൈസ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പൊ അതിനുവേണ്ടി 150 ലാബേഴ്സിനെയാണ് യൂസ് ചെയ്യുന്നത്. 50 ലാബേഴ്സിനെ ബാക്കി ആകെ ടോട്ടൽ 200 ലാബേഴ്സ് ഉണ്ട് അല്ലെ. ആ 200 ലാബേഴ്സിൽ 150 ലാബേഴ്സ് എന്തിനെ? 60 യൂണിറ്റ് ഓഫ് റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ഇനി ബാക്കി വരുന്ന 50 ലാബേഴ്സ് അല്ലെ, 150ന് റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്തു. 200ൽ 150 പോയാൽ ബാക്കി 50 ലാബേഴ്സ് ഉണ്ട്. അവരെന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ 60 ടൺ റൈസും കിട്ടും, 10 ടൺ വീറ്റും കിട്ടും അല്ലെ. ഇനി അതേ ഹാൻഡ് കൺട്രി ബിയുടെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 30 യൂണിറ്റ്സ് ഓഫ് വീറ്റും സ്റ്റോപ്പ് ദി പ്രൊഡക്ഷൻ ഓഫ് റൈസും വെക്കേണ്ടതായിട്ട് വരും. കാരണം എന്താണ്? ഇവിടെ കൺട്രി എ എക്സ്ചേഞ്ച് 14 യൂണിറ്റ്സ് ഓഫ് റൈസ് വിത്ത് 14 യൂണിറ്റ്സ് ഓഫ് വീറ്റ് പ്രൊഡ്യൂസ്ഡ് ബൈ കൺട്രി എ. ഇവിടെ കൺട്രി ബി 200 ലാബേഴ്സിനെയും അവർക്ക് 30 ടൺ വീറ്റ് വേണം. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണം? മൊത്തം ലാബേഴ്സിനെയും വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുകയും 0 ലാബേഴ്സിനെ മാത്രമേ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ അവർക്ക് 0 പ്രൊഡക്ഷൻ ഓഫ് വീറ്റ് റൈസ് ആണ് കിട്ടുക. ഈ ഒരു സിറ്റുവേഷനിൽ കൺട്രി എ എന്ത് ചെയ്യും? 14 യൂണിറ്റ്സ് ഓഫ് റൈസ് എങ്ങോട്ട് എക്സ്ചേഞ്ച് ചെയ്യും? കൺട്രി ബിയിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യും. ഇങ്ങോട്ട് എത്ര കൊണ്ടുവരും? 14 യൂണിറ്റ് ഓഫ് വീറ്റ് കൊണ്ടുവരികയും ചെയ്യും. ഓക്കെ, ഇറ്റ് ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ഫ്രം ദി ടേബിൾ ബിലോ. നോക്കൂ, ബിഫോർ ദി ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ കൺട്രി എനെ സംബന്ധിച്ച് 220 യൂണിറ്റ്സ് ഓഫ് വീറ്റും 40 യൂണിറ്റ്സ് ഓഫ് റൈസും ആണ് കിട്ടുക. ട്രേഡ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ
കൺട്രി ആഫ്റ്റർ ദി ട്രേഡ് ആണെങ്കിൽ കൺട്രി ഹാസ് 24 യൂണിറ്റ്സ് ഓഫ് വീറ്റും 46 യൂണിറ്റ്സ് ഓഫ് റൈസും കിട്ടും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 20ഉം 40ഉം. അപ്പൊ ബിഫോർ ദി ട്രേഡ് ആണ്, ട്രേഡ് ഇല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ കൺട്രി എക്ക് എന്ത് ചെയ്യും, 20 യൂണിറ്റ്സ് ഓഫ് വീറ്റും 40 യൂണിറ്റ്സ് ഓഫ് റൈസും കിട്ടും. ഇനി ട്രേഡ് നടന്നതിന് ശേഷം അല്ലെങ്കിൽ ട്രേഡ് ഉള്ള സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ കൺട്രി എക്ക് എന്ത് ചെയ്യും, 24 യൂണിറ്റ്സ് ഓഫ് വീറ്റും 46 യൂണിറ്റ്സ് ഓഫ് റൈസും കിട്ടും. ഇനി അറ്റ് ദ സെയിം ടൈം എന്ത് ചെയ്യാണ്, റൈസ് ബിഫോർ ദി ട്രേഡ് ആണ് എന്നുണ്ടെങ്കിൽ 16 യൂണിറ്റ്സ് ഓഫ് വീറ്റും 14 യൂണിറ്റ്സ് ഓഫ് റൈസും ആണ് ആർക്ക് കിട്ടുക, കൺട്രി ബിക്ക് കിട്ടുക. അതേസമയം ഇവിടെ എന്തായിരുന്നു ഇവിടെ കിട്ടിയിട്ടുണ്ടായിരുന്നത്, 24 യൂണിറ്റ്സും 46 ആയിരുന്നു കിട്ടിയിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരുന്നു 16ഉം 14ഉം ആണ് കൺട്രി ബിക്ക് കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് തിയറിയുടെ ബേസിലാണ് ഇവര് എന്ത് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ, ട്രേഡ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ ഇവർക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, ട്രേഡ് ബോത്ത് കൺട്രീസിനെയും ബെനിഫിറ്റഡ് ആക്കുന്ന രീതിയിലേക്ക് മാറാൻ പറ്റും. ഇവിടെ നോക്കൂ, ട്രേഡ് നടക്കുന്നതിന് മുമ്പ് 15ഉം 10ഉം ആകെ ടോട്ടൽ 25 അല്ലെ. അപ്പം 25 ബിഫോർ ദി ട്രേഡ്. ഇപ്പൊ 16 യൂണിറ്റ്സ് ഓഫ് വീറ്റ് ആൻഡ് 14 യൂണിറ്റ്സ് ഓഫ് ട്രേഡ് ആഫ്റ്റർ ദി. അപ്പൊ എത്ര കിട്ടും, ഇവിടെ 30 കിട്ടും. അപ്പം ട്രേഡ് നടക്കുകയാണെന്നുണ്ടെങ്കിൽ 30 ടൺ ആകെ കിട്ടും, ട്രേഡ് നടക്കുന്നില്ലെങ്കിൽ 25 ടണ്ണേ ആകെ കിട്ടുള്ളൂ. അപ്പൊ എല്ലാവരെയും ബെനിഫിറ്റ് ആക്കുന്നത് എന്ത് തന്നെയാണ്, ട്രേഡ് തന്നെയാണ്. അപ്പൊ ഇന്റർനാഷണൽ ട്രേഡ് കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറിയുടെ ബേസിൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൂടി രണ്ട് കൺട്രിക്കും അത് എന്ത് ചെയ്യാൻ പറ്റും, ബെറ്റർ ഓഫ് സിറ്റുവേഷൻ കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആര് പറയുന്നത്, ഡേവിഡ് റിക്കാർഡോ അദ്ദേഹത്തിന്റെ തിയറിയിലൂടെ പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, so thus it is clear from the above theories that the mercantilists believed that one nation could gain only at the expense of another nation. അല്ലെ, മെർക്കന്റിലിസം പറഞ്ഞാൽ എന്താണ്, കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്നതോറും ഗോൾഡ് വരും. അപ്പൊ എക്സ്പോർട്ട് എൻകറേജ് ചെയ്യുക, ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുക. അപ്പൊ ഒരു രാജ്യം നേടുകയാണെന്നുണ്ടെങ്കിൽ മറ്റൊരു രാജ്യത്തിന് അത് കിട്ടുന്നില്ല. കാരണം ഒരു രാജ്യത്തിന്റെ എക്സ്പോർട്ട് ആണല്ലോ മറ്റൊരു രാജ്യത്തിന്റെ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഒരു രാജ്യം എക്സ്പോർട്ട് ചെയ്യുന്നതോറും ആ രാജ്യത്തിന്റെ എക്സ്പോർട്ട് കൂടുകയാണ്. ആ മറ്റൊരു കൺട്രിയെ സംബന്ധിച്ച് അവരുടെ ഇമ്പോർട്ട് ആണ് കൂടുന്നത്. അവരുടെ ഇമ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഗോൾഡ് ഇങ്ങോട്ട് വരിക ചെയ്യുന്നത്. അപ്പോൾ ഒരാൾ നേട്ടമുണ്ടാക്കുമ്പോൾ മറ്റൊരാൾക്ക് അതേസമയം നേട്ടമുണ്ടാക്കാനായിട്ട് സാധിക്കുന്നില്ല. മെർക്കന്റിലിസത്തിന്റെ കേസിൽ ഒരാളുടെ നേട്ടമാണ് മറ്റൊരാളുടെ നഷ്ടമായിട്ടും ഒരാളുടെ നഷ്ടം മറ്റൊരാളുടെ നേട്ടമായിട്ടുമാണ് മെർക്കന്റിലിസത്തിൽ മാറുന്നത്. അതേസമയം ആഡം സ്മിത്തിന്റെയും അതുപോലെ തന്നെ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി, ഡേവിഡ് റിക്കാർഡോയുടെയും തിയറിയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് രണ്ട് കൺട്രീസിനും ഇന്റർനാഷണൽ ട്രേഡ് ത്രൂ ബെനിഫിറ്റഡ് ആക്കാൻ പറ്റും. ട്രേഡ് ഇല്ലാത്ത സിറ്റുവേഷനേക്കാൾ ഏറ്റവും ബെറ്റർ ഓഫ് ആയിട്ടുള്ള രീതിയിലേക്ക് മാറ്റാൻ ട്രേഡിന് സാധിക്കും എന്നുള്ളതാണ് ആഡം സ്മിത്തും ഡേവിഡ് റിക്കാർഡോയും പറഞ്ഞു വെക്കുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ക്ലാസിക്കൽ തിയറീസ്. ഡേവിഡ് റിക്കാർഡോയുടെ തിയറിയും ആഡം സ്മിത്തിന്റെ തിയറിയും. ക്ലാസിക്കൽ തിയറിയിൽപ്പെട്ട എച്ച്ഒ തിയറി ഇനി വരാനുണ്ട്, അത് നമ്മൾ നെക്സ്റ്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. ഇവിടെ നമ്മൾ ഈ രണ്ട് തിയറി, മെർക്കന്റിലിസം, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി, ഇവ മൂന്നിൽ നിന്നും ഇതുവരെ ചോദിച്ചു കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 2010 ജൂണിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, നിയോ മെർക്കന്റിലിസം, ഹൗ ഡസ് ഇറ്റ് റിട്ടാർഡ് വേൾഡ് ട്രേഡ് എക്സ്പാൻഷൻ. ഇപ്പൊ 12 മാർക്കിനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ എഴുതുക എന്നുള്ളതാണ്. ആദ്യം എന്താണ് നിയോ മെർക്കന്റിലിസം എന്ന് പറയണം. നിയോ മെർക്കന്റിലിസം എന്ന് പറയുന്നത് നമ്മുടെ മെർക്കന്റിലിസം തന്നെയാണ് അല്ലെ. എന്താണ്, എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യുകയും ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുകയും ചെയ്യണം. ഒരു വെൽത്തി നാഷനായിട്ട് കണക്കാക്കണം എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ സ്പെഷ്യലൈസ്ഡ് മെറ്റൽസ് അല്ലെങ്കിൽ സ്പെഷ്യലി ഗോൾഡ് ആരുടെ കൈവശമാണോ കൂടുതൽ ആ കൈവശമുള്ള കൺട്രിയെ എന്തായിട്ട് കണക്കാക്കും, വെൽത്തി നേഷനായിട്ട് കണക്കാക്കും. അതുകൊണ്ട് തന്നെ എല്ലാവരും ഗോൾഡിനെ അക്യുമുലേറ്റ് ചെയ്യാനും വെൽത്തി നേഷനായിട്ട് മാറാനാണ് ശ്രമിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് ഗവൺമെന്റുകൾ എന്തെടുക്കണം, ടാക്സസും സബ്സിഡീസും യൂസ് ചെയ്ത് എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യുകയും ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യുകയും വേണം എന്നുള്ള ഒരു സിറ്റുവേഷൻ ആണ് നിയോ മെർക്കന്റിലിസം എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ തന്നെ ചോദിച്ചിട്ടുള്ളത്, ഹൗ ഡസ് ഇറ്റ് റിട്ടാർഡ് വേൾഡ് ട്രേഡ് എക്സ്പാൻഷൻ എന്നുള്ളതാണ്. റിട്ടാർഡ് എന്നാൽ എങ്ങനെയാണത് തടസ്സം നിൽക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണത് തടസ്സം നിൽക്കുന്നത്, വേൾഡ് ട്രേഡ് എക്സ്പാൻഷൻ നടത്തുന്നതിൽ എങ്ങനെയാണ് മെർക്കന്റിലിസം ഇതിൽ നിന്ന് മെർക്കന്റിലിസം എങ്ങനെയാണ് അതിന് കാരണമാവുന്നത് എന്ന് ചോദിച്ചാൽ ഇതുപോലെ തന്നെ എക്സ്പോർട്ടിനെ എൻകറേജ് ചെയ്യണം, ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്യണം. പക്ഷെ ഒരു കൺട്രിയുടെ എക്സ്പോർട്ട് ആണല്ലോ മറ്റൊരു കൺട്രിയുടെ ഇമ്പോർട്ട് എന്ന് പറയുന്നത്. ഇന്ത്യയും ചൈനയും തമ്മിൽ എക്സ്പോർട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ ചൈനയിലേക്ക് എക്സ്പോർട്ട് കൂടുതലാക്കും തോറും ചൈനയെ സംബന്ധിച്ച് അവർക്ക് ഇമ്പോർട്ടാണ് നടക്കുന്നത്, അല്ല ഇന്ത്യയെ സംബന്ധിച്ചാണ് എക്സ്പോർട്ട് ഉള്ളത്. അപ്പൊ ഒരു കൺട്രിയുടെ എക്സ്പോർട്ട് കൂട്ടുകയും ഇമ്പോർട്ട് കുറക്കുകയും വേണമെന്നുണ്ടെങ്കിൽ എക്സ്പോർട്ട് കൂട്ടുക എന്ന് പറയുമ്പോൾ ഒരു കൺട്രിക്ക് ഇമ്പോർട്ട് ഉണ്ടെങ്കിലാണല്ലോ മറ്റൊരു കൺട്രിക്ക് അത് എക്സ്പോർട്ട് ആയിട്ട് മാറുള്ളൂ. അപ്പോൾ ഇമ്പോർട്ടിനെ ഡിസ്കറേജ് ചെയ്ത് എക്സ്പോർട്ടിനെ മാത്രം എൻകറേജ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് വേൾഡ് ട്രേഡ് നിർത്തുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും എന്നുള്ളതാണ്.
ഇനി 2011 ജൂണിൽ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ക്രിട്ടിക്കലി എക്സാമിൻ ദി ട്രഡീഷണൽ ട്രേഡ് തിയറീസ് വിത്ത് സ്പെഷ്യൽ റെഫറൻസ് ടു തിയറീസ് പ്രൊപ്പൗണ്ടഡ് ബൈ ആഡം സ്മിത്ത് ആൻഡ് ഡേവിഡ് റിക്കാർഡോ. 20 മാർക്സ് ഉള്ള ഒരു എസ്എ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ട്രഡീഷണൽ ട്രേഡ് തിയറീസ് ആയിട്ടുള്ള, എസ്പെഷ്യലി നമുക്ക് ട്രഡീഷണൽ ട്രേഡ് തിയറീസ് എന്ന് പറയുമ്പോൾ മെർക്കന്റിലിസം വരും, അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി വരും, ഡേവിഡ് റിക്കാർഡോയുടെ കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി വരും, എക്സ്റോവലിന്റെ എക്സോ തിയറി വരും. പക്ഷെ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ആഡം സ്മിത്തിന്റെയും ഡേവിഡ് റിക്കാർഡോയുടെയും തിയറി വെച്ചിട്ടാണ് നമ്മൾ ക്രിട്ടിക്കൽ എക്സാമിനേഷൻ നടത്തിയത്. അപ്പൊ ട്രഡീഷണൽ ട്രേഡ് തിയറീസ് ഇതൊക്കെയാണെന്ന് ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക. ജസ്റ്റ് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ട്രഡീഷണൽ ട്രേഡ് തിയറീസ്. അതിൽ ആഡം സ്മിത്തിന്റെ തിയറി, ആഡം സ്മിത്ത് വർഷം 1776 വെൽത്ത് ഓഫ് നേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ബുക്കിലൂടെ പ്രൊപ്പൗണ്ട് ചെയ്ത തിയറി ഇതാണെന്ന് പറഞ്ഞാൽ ആഡം സ്മിത്തിന്റെ തിയറി ആദ്യം എക്സ്പ്ലെയിൻ ചെയ്യുക, ഡേവിഡ് റിക്കാർഡോയുടെ തിയറി എക്സ്പ്ലെയിൻ ചെയ്യാം. ക്രിട്ടിക്കലി എക്സാമിൻ ചെയ്യാന്ന് പറയുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്, ഡിസ്അഡ്വാൻറ്റേജസ് ഏതൊക്കെയാണെന്ന് സ്പെഷ്യൽ ആയിട്ട് എഴുതുകയും ചെയ്യാം. അപ്പോൾ അതിന്റെ ആൻസർ ആവും നമുക്ക് 20 മാർക്സ് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇനി 2016 ജൂണിൽ ഒരു ക്വസ്റ്റ്യൻ വന്നു. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ആഡം സ്മിത്ത് ആൻഡ് റിക്കാർഡോസ് തിയറി ഓഫ് ഇന്റർനാഷണൽ ട്രേഡ്. അതെന്ത് ചെയ്യാം, രണ്ട് തിയറീസും എന്താണെന്ന് എഴുതിയതിനു ശേഷം എങ്ങനെയാണ് ഇത്, ഒന്ന് അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജ് എങ്ങനെയാണ്, കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജ് തിയറി എങ്ങനെയാണ് എന്നുള്ളത് അതിന്റെ ആ ഒരു ഡിഫറൻസസ് എഴുതി വെക്കുക. തിയറി എഴുതുക എന്നുള്ളത് തന്നെയാണ് അതിൽ ഉദ്ദേശിക്കുന്നത്. 20 മാർക്കിന്റെ എസ്എ ക്വസ്റ്റ്യൻ ആണ്. കൂടുതലായിട്ടും ഇതിൽ ഈ ഒരു തിയറീസിൽ നിന്നും എസ്എ ക്വസ്റ്റ്യൻ ആണ് കണ്ടുവരുന്നത്. ഇനി 2016 ഡിസംബറിലും ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് യൂസ്ഡ് ബൈ റിക്കാർഡോ. ഇൻഡിക്കേറ്റ് ദി കോസസ് ആസ് എക്സ്പ്ലെയിൻഡ് ബൈ റിക്കാർഡോ ദാറ്റ് റിസൾട്ട് ഇൻ ഡിഫറൻസസ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ആൻഡ് കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ്. ഇപ്പൊ കമ്പറേറ്റീവ് അഡ്വാൻറ്റേജ് തിയറി എന്താണ്, അതിലെങ്ങനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിനെ ഡിഫൈൻ ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൽ എഴുതി വെക്കേണ്ടത്. അതും 20 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ 2018 ജൂണിൽ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ദി വ്യൂസ് ഓഫ് ആഡം സ്മിത്ത് ആൻഡ് റിക്കാർഡോ ഓൺ ഇന്റർനാഷണൽ ട്രേഡ്. ആഡം സ്മിത്തിന്റെ തിയറി എഴുതുക, ഡേവിഡ് റിക്കാർഡോയുടെ തിയറി എഴുതുക. പക്ഷെ ചെറിയ രീതിയിൽ എഴുതിയാൽ മതി. 12 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. ദെൻ 2021 ജൂണിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ദി കൺസെപ്റ്റ് ഓഫ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് യൂസ്ഡ് ബൈ ഡേവിഡ് റിക്കാർഡോ. ഡേവിഡ് റിക്കാർഡോയുടെ ഈ ഒരു തിയറി എഴുതുക, അതിന്റെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റും കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജും തമ്മിലുള്ള ഡിഫറൻസ് എഴുതി വെക്കുക. ഇതൊക്കെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. 2021 ജൂണിലെ തന്നെ അനദർ ക്വസ്റ്റ്യൻ. ഓക്കെ, നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത ആ ക്വസ്റ്റ്യൻ. അപ്പൊ ഈ രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. മെർക്കന്റിലിസത്തിനായാലും അബ്സല്യൂട്ട് കോസ്റ്റ് അഡ്വാൻറ്റേജിനായാലും കമ്പറേറ്റീവ് കോസ്റ്റ് അഡ്വാൻറ്റേജിനായാലും അതിൻ്റെതായിട്ടുള്ള പ്രാധാന്യമുണ്ട് എന്ന് ഓർക്കുക. ഓക്കെ, താങ്ക് യു.